ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ കലാമായി, അവന്റെ സംസാരമായി അള്ളാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമായി പരിചയപ്പെടുത്തിയ വസ്തുവാണ് പരിശുദ്ധ ഖുർആൻ. അതൊരു പുസ്തകമല്ല. ശരിക്കും നമ്മുടെ സത്യവിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് പറ്റിയ വലിയ ഒരു അബദ്ധം എന്താണെന്നറിയോ? നമ്മുടെ ഖുർആനിനേക്കാൾ അധികം, അള്ളാഹുവിന്റെ കലാമിനേക്കാൾ അധികം അറിഞ്ഞതും ഇഷ്ടപ്പെട്ടതും ആദരിച്ചതും മുസ്ഹഫിനെയാണ്. വ്യത്യാസം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്നത് മുസ്ഹഫിനെയാണ്, അള്ളാഹുവിന്റെ കലാമിനെയല്ല. സത്യത്തിൽ മുസ്ഹഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ കലാം എഴുതപ്പെട്ട രണ്ട് ചട്ടകൾക്കുള്ളിലുള്ള പുസ്തകമാണ്. നമ്മൾ ഇന്ന് ഖുർആൻ എന്ന് പറയുന്ന മുസ്ഹഫ്. നമുക്കിഷ്ടം അതിനോടാണ്, നമ്മൾ അറിഞ്ഞതും അതിനെയാണ്. അതുകൊണ്ടാണ് മുസ്ഹഫ് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചാൽ ബർക്കത്തുണ്ടാവും എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അത് ശരിയല്ല. അതുകൊണ്ടാണ് ചെറിയ മുസ്ഹഫുകൾ നോക്കിയെടുത്ത് കാറിൽ വെച്ച് യാത്ര ചെയ്യുന്നത്. ചില ആളുകൾ സൂട്ട് കേസിൽ വെക്കും മുസ്ഹഫ്. ചില മാതാപിതാക്കൾ മക്കളുടെ ബാഗിൽ മുസ്ഹഫ് വെച്ചു കൊടുക്കും. കുട്ടിക്ക് ബുദ്ധി കിട്ടാൻ, പഠിപ്പ് കയറാൻ, പരീക്ഷയ്ക്ക് പാസ്സാവാൻ. ചില ആളുകൾ രാവിലെ ചെന്ന് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് മുസ്ഹഫ് എടുത്ത് രണ്ട് കണ്ണിൽ വെച്ച് തലയിൽ വെച്ച് ഒരു മുത്തം കൊടുത്ത് റാഹത്തായിട്ട് പോകും. വലിയ മാനസിക നിർവൃതിയോടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഒന്നും കിട്ടില്ല. ഉമ്മത്ത് മുസ്ഹഫിനെയാണ് സ്നേഹിച്ചത്, ഖുർആനിനെയല്ല. അള്ളാഹുവിന്റെ കലാം എന്ന് പരിചയപ്പെടുത്തപ്പെട്ടത് ആ മുസ്ഹഫിൽ എഴുതപ്പെട്ട വരികളാണ്. അതാണ് ഖുർആൻ. അതുമായിട്ട് ഉമ്മത്തിന്റെ ബന്ധം എന്താണ്? അതിനോട് എനിക്കും നിങ്ങൾക്കുമുള്ള സ്നേഹം എന്താണ്? എത്രയാണ്? നല്ല വില കൊടുത്ത് നമ്മൾ ഖുർആൻ വാങ്ങും, മുസ്ഹഫ് വാങ്ങും. നല്ല സ്വർണ്ണ ലിപിയിൽ എഴുതപ്പെട്ട, നല്ല പേപ്പറുള്ള, നല്ല ചട്ടയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല റിയാലുകൾ കൊടുത്ത് സൗദി പോയാൽ വാങ്ങിയിട്ട് വരും. കാരണം ഇഷ്ടം ഖുർആനിനോടല്ല, ആ മുസ്ഹഫിനോടാണ്. അത് കാണുമ്പോൾ എന്തോ ഒരു നിർവൃതി, അത് കൂടെ വെക്കുമ്പോൾ എന്തോ ഒരു റാഹത്ത്. അപകടമാണ്. നമ്മുടെ മുന്നിലുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ തുടങ്ങി സൂറത്തുൽ നാസിൽ അവസാനിക്കുന്ന അടിമകളോടുള്ള അള്ളാഹുവിന്റെ സംസാരമാണ്. അതാണ് ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമായി ആദരിക്കപ്പെടുന്ന ഒരു കിതാബായി ഉൾക്കൊള്ളലും അംഗീകരിക്കലും അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയുടെ ഭാഗമാണ്. മുസ്ഹഫിനെ, ഖുർആനിനെ സ്നേഹിക്കലും ആദരിക്കലും ഈമാനിന്റെ ഭാഗമാണ്. ഒരാൾ മുസ്ഹഫിനെ ഒന്ന് മാറ്റിവെച്ചാൽ അയാൾ ഈമാനെ ബാധിക്കൂല. ഒരു രണ്ട് കിതാബിന്റെ അടിയിലായി പോയി നമ്മൾ മുസ്ഹഫ് വെച്ചത് അവന്റെ വിശ്വാസത്തെ ബാധിക്കൊന്നുമില്ല. അതൊരു അനാദരവാണ്, അത് വേറെ വിഷയം. എന്നാൽ ഖുർആനിനെയാണ് മാറ്റിവെച്ചതെങ്കിലോ അതവന്റെ ഈമാനെ ബാധിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഖുർആനിനെയല്ല, ഖുർആനിന്റെ 6000 ചില്ലാനം ആയത്തുകളിലെ ഒരു അക്ഷരത്തെ മാറ്റിവെച്ചാൽ അതവന്റെ ഈമാനെ ബാധിക്കും. മുസ്ഹഫ് മാറ്റിവെച്ചാൽ ബാധിക്കൂല. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ അറിയേണ്ടത് ഖുർആനിനെയാണ്. ഖുർആനിനെ അറിഞ്ഞവർക്ക് പറയുന്ന പേരാണ് അഹ്ലുല്ലാഹ്. മുസ്ഹഫിനെ അറിഞ്ഞവർക്ക് അഹ്ലുല്ലാഹിൽ പെടാൻ പറ്റൂല. ഖുർആനിനെ അറിഞ്ഞവന്റെ പേരാണ് അഹ്ലുല്ലാഹ്, അള്ളാഹുവിന്റെ സ്വന്തക്കാർ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് ചിലർ അള്ളാഹുവിന്റെ സ്വന്തക്കാരായിട്ടുണ്ട്. പറഞ്ഞപ്പോ സഹാബത്തിന് ആവേശമായി. സഹാബക്കൾ നമ്മളെ പോലെ അല്ല. അള്ളാന്റെ ആള് എന്ന് പറയുമ്പോൾ അവർക്ക് ആവേശം കൂടും. ദുനിയാവിൽ നമ്മൾ വല്ലാണ്ട് സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരു നേതാവ്. ഏത് രാഷ്ട്രീയ പാർട്ടിയെ ഉദാഹരണം പറയാം? നിങ്ങളൊക്കെ ആരാധന എനിക്കറിയില്ല. ഉദാഹരണത്തിന് ലീഗിന്റെ വലിയൊരു നേതാവ് നമ്മൾ സ്നേഹിക്കും, സ്വാഭാവികം. നമ്മുടെ നേതാവ്, നമ്മുടെ രാഷ്ട്രീയം, ആ വലിയൊരു നേതാവ്, അറിയപ്പെട്ട അഖിലേന്ത്യാ നേതാവിന്റെ മൊബൈൽ ഫോണിൽ എന്റെ നമ്പർ ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയായിരിക്കും ജനങ്ങളെടുത്ത് അവതരിപ്പിക്കുക? നാട്ടുകാർ നമുക്ക് അയാളുമായിട്ടുള്ള ബന്ധം അറിഞ്ഞാൽ നമ്മളെ നെഞ്ചുവിരിപ്പും തലയെടുപ്പും എത്ര വലുതായിരിക്കും. നമ്മളെ പിന്നെ എത്ര ആൾക്കാർ വിളിക്കാനും കാണാനും നമ്മുടെ വീട് അന്വേഷിച്ച് വരാനും തുടങ്ങും. കാരണം അയാൾക്ക് ഇന്നാളുമായിട്ട് ബന്ധമുണ്ട്. സ്വഹാബത്തിനെ സംബന്ധിച്ച് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ അവർ അങ്ങനെ കണ്ടവരാണ്. അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് സംഭവം തീരുന്നു. ഇത് കേട്ടപ്പോ അവർക്ക് ആവേശായി. അള്ളാഹ്ക്ക് ചില സ്വന്തക്കാരുണ്ട് എന്ന് പറഞ്ഞപ്പോ ആവേശായി. ഖാലു മൻഹും യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ അവരാരാണ്? കാരണം എനിക്കതിൽ പെടണം, എനിക്ക് അള്ളാന്റെ സ്വന്തക്കാരനാവണം. അള്ളാന്റെ അഹ്ലുകാരനായ പിന്നെ ദുനിയാവും കിട്ടി, ആഖിറവും കിട്ടി. ആരാ നബിയെ? ഒറ്റ മറുപടി, ഹും അഹ്ലുൽ ഖുർആൻ, ഹും അഹ്ലുൽ മുസ്ഹഫ്. അല്ലേ? അവിടെ ഞാൻ തുടക്കത്തിൽ രണ്ടിന്റെയും വ്യത്യാസം പറഞ്ഞ്, ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസ്സതു. അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അഹ്ലുൽ മുസ്ഹഫ് ആര്? നല്ല സ്വർണ്ണ ലിപിയിൽ എഴുതി വെച്ച ഖുർആൻ 50 ദിനാർ കൊടുത്ത് വാങ്ങി, അതിനേക്കാൾ വറയില്ല തുണിയിൽ പൊതിഞ്ഞ്, അതിനേക്കാൾ ശുദ്ധമായ മനോഹരമായ സ്ഥലത്ത് വെച്ച് രാവിലെ വൈകുന്നേരം എടുത്ത് മുത്തുന്നവൻ അഹ്ലുൽ മുസ്ഹഫ, അഹ്ലുല്ലാഹി അല്ല. അതേസമയം ഇവൻ അഹ്ലുൽ ഖുർആന. എഴുന്നേറ്റ് മുതൽ ഉറങ്ങുന്നതിന്റെ ഇടയിൽ 1000 തവണ നാവിലും കൽവിലും ആ കലാമ് വന്നു പോയിട്ടുണ്ടാകും. അഹ്ലുൽ ഖുർആൻ, അഹ്ലുല്ലാഹി വഖാസ്സതു. അള്ളാന്റെ സ്വന്തക്കാരനാണ്. അള്ളാഹ് എന്താ ഖാസിന് എന്താ മലയാളത്തിൽ പറയാ? ഇംഗ്ലീഷിൽ എന്താ പറയാ ഉസ്താദ്? സ്പെഷ്യൽ. സ്പെഷ്യൽ വഖാസ്സതു, സ്പെഷ്യൽ ആൾക്കാരാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതുകയാണ്. മഹാഭാഗ്യം കിട്ടിയ സഹാബാക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ, ഈ രണ്ടുപേരും, ഈ 3 ആൾക്കാരും അപ്രതീക്ഷിതമായി ഒരേ സമയത്ത് പാതിരാക്ക് പള്ളിയിലെത്തി. ആരങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു വന്നല്ല, ഉറക്കം എണീച്ചു, പള്ളി പോകാൻ തോന്നി, 3 ആളും വന്നു. നോക്കുമ്പോൾ അതിമനോഹരമായ ഖുർആനിന്റെ പാരായണം കേൾക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ശ്രദ്ധിച്ചപ്പം ഇബ്നു മസ്ഊദാണ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് പൈസക്കാരനാ? ആണോ? അല്ല. കച്ചവടക്കാരനാ? വലിയ തറവാടിയാ? അല്ല. ആട്ടിടയന്റെ മോനാണ്. മക്കത്ത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ഖാരിആൻ, മുഹദ്ദിസാൻ, മുഫസ്സിറാൻ, സാഹിദാൻ, മുജാഹിദാൻ, മുത്തഖിയാൻ, മുത്തബിആൻ, എല്ലാ നിലയിലും നമ്പർ 1. ഒരു ദിവസം ഇബ്നു മസ്ഊദ് അറാക്കില്ലേ പല്ലി വെക്കുന്നത്, അതിന്റെ കൊമ്പൊടിക്കാൻ വേണ്ടി ആ മരത്തുമ്മ കയറി. കാല് ഇത്രയും ഉണ്ടാവും. ഇബ്നു മസ്ഊദിന്റെ 2 കാലും ഇത്രയും ഉണ്ടാവും. നമ്മളെന്താ പറയാ, ഈർക്കിൽ പോലത്തെ മനുഷ്യനാണ്. കാറ്റ് വന്ന മരം ഇങ്ങനെ ആടുമ്പം ഇബ്നു മസ്ഊദിനോടൊപ്പം ഇങ്ങനെ ആടി. ചങ്ങായിമാരത് കണ്ടപ്പം ചിരിച്ചുപോയി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചിരി കണ്ടു. തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദിന്റെ കാല് നോക്കിയിട്ടാ നിങ്ങൾ ചിരിക്കുന്നത്? ഇബ്നു മസ്ഊദിന്റെ ആ മെലിഞ്ഞ കാല് കണ്ടിട്ടാണോ നിങ്ങൾ ചിരിച്ചത്? ഈ 2 കാലുകളും അല്ലാഹുവിന്റെ കോടതിയിൽ മീസാനിൽ ഉഹദ് മലയേക്കാളും ഭാരമുള്ള കാലുകളാണ് എന്ന് പറയപ്പെട്ട ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ചില്ലറക്കാരനല്ല, ഖുർആൻ ഓതുകയാണ്. ഇവർ കേട്ടുകൊണ്ടിരുന്നു. മനോഹരമായ പാരായണം കേട്ടുകൊണ്ടിരുന്നു. ഇത് ഇബ്നു മസ്ഊദ് കാണുന്നില്ല. ഓത്ത് കഴിഞ്ഞു, അദ്ദേഹം ദുആ ചെയ്യാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ എന്താ നമ്മൾ കേൾക്കുന്നില്ല. അപ്പുറത്തുനിന്ന് ആ ദുആ, ഇവിടെ ആ ശബ്ദമില്ല. പക്ഷെ റസൂൽ പറയുന്നുണ്ട്, സൽ യബ്ന മസ്ഊദ്,
ചോദിച്ചോണിൻ നൽകപ്പെടുന്നുണ്ട്, ചോദിച്ചോണിൻ നൽകപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി കൊണ്ട് മനസ്സിലായതാവാം എന്താണ് ഇബ്നു മസ്ഊദ് ചോദിച്ചതെന്ന്. പരിശുദ്ധ ഖുർആനിനെ അറിഞ്ഞ അഹ്ലുല്ലാഹിയിൽപ്പെട്ട ആളാണ്. ഞാനും നിങ്ങളും എത്ര മിനിറ്റ് ഇരിക്കും അതാ നമുക്ക് ഏറ്റവും അധികം ഉറക്കം വരുത്തപ്പോഴാണ് സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ ഏറ്റവും അധികം അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെ, ഒരണഹലുള്ള ഖുർആനിൻ്റെ ആളുകൾ, വഖാസത്തു അള്ളാഹുവിൻ്റെ സ്പെഷ്യൽറ്റി. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ കലാമ. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമായ ഖുർആൻ ഒരാളുടെയും കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെടാത്ത കൃത്യമായ പരിപൂർണമായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. ഒരാളുടെ കൈകടത്തൽ അതിലില്ല. കറക്റ്റ് തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ. അതുകൊണ്ടല്ലേ ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓത്ത് കേൾക്കുകയാണ് കഅബത്തിന്റെ മുന്നിൽ. അപ്പൊ അദ്ദേഹം മനസ്സിൽ പറയാണ്, ഓഹോഹോ എന്തൊരു നല്ല കവിയാണ് ഈ മുഹമ്മദ്, എന്തൊരു രസമുള്ള കവിതയാണ് ഈ പാടുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ നാവ് നിങ്ങൾ വരികയാണ്, വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ. ഉമർ പറയുന്നത് കേട്ടിട്ടല്ല, ഉമർ വിചാരിച്ചതാ, പക്ഷെ വഹി അങ്ങനെ വന്നു. വമാ ഹുവ ബിഖൗലി ശാഇർ, ഉമർ നീ വിചാരിച്ച പോലെ ഇതൊരു കവിതയല്ല. എന്താ കവിതന്റെ പ്രത്യേകത? എന്തായിരിക്കും? നിങ്ങൾ പാട്ട് കേൾക്കാത്ത ആൾക്കാരായത് കൊണ്ട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം, എന്നാലും മടുക്കും. ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള പാട്ട് ഏതാ? പൂക്കി അല്ലേ? പൂക്കി പാട്ടല്ലേ ട്രെൻഡ്. എത്ര പ്രാവശ്യം കേൾക്കും? കൂടി വന്നാൽ മടുപ്പ് വരും. ഷഅർ മടുപ്പുണ്ടാക്കും മനുഷ്യന്മാർക്ക്. വിശുദ്ധ ഖുർആൻ ഷഅറല്ല എന്ന് പറഞ്ഞാൽ മടുപ്പുണ്ടായിക്കൂടാ. മടുപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ, നമുക്ക് മടുപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്, പ്രശ്നമാണ്. നമുക്ക് അള്ളാഹിന്റെ കലാമ് മനസ്സിലായിട്ടില്ല, മടുപ്പ് വരുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അപ്പോൾ ഉമർ മനസ്സിൽ പറഞ്ഞു, ഉമർ ഇത് കേട്ടു, ഓതുന്ന കേട്ടു റളിയല്ലാഹു അൻഹു. എന്നാൽ പിന്നെ ഇതൊരു ജ്യോത്സ്യന്മാരെന്തോ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറയുന്നതായിരിക്കും. അല്ലാണ്ട് മുഹമ്മദിന് എങ്ങനെ അറിയാനാ? ഉമ്മിയായ പ്രവാചകൻ, എഴുതാനോ അറിയില്ല വായിക്കാനോ അറിയില്ല, പഠിച്ചിട്ടില്ല. കാരണം പഠിപ്പിക്കാൻ ഉപ്പ ഉണ്ടായിട്ടേ ഇല്ല. ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു. 6-ാമത്തെ വയസ്സിൽ ഉമ്മയും പോയി. പൂർണ്ണ അനാഥൻ. ഉപ്പാപ്പന്റെയും മൂത്താപ്പന്റെയും സംരക്ഷണത്തിൽ ജീവിച്ച ഒരാളൊന്നും അറിയില്ല. അപ്പൊ ഇതാരോ പഠിപ്പിച്ചു കൊടുത്തതാ. പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവുന്ന അടുത്ത വാക്ക് വലാ ബിഖൗലി കാഹിൻ, ഇതൊരു ജോത്സ്യന്റെ വർത്തമാനവും അല്ല. മുറി കേട്ടു, ഇതെന്താപ്പാ? ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്? തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ. മറിച്ചിത് റബ്ബുൽ ആലമീനിൽ നിന്നും അവതീർണമായ അവന്റെ കലാമാണ്. അത്ര പരിശുദ്ധമാണ്. അത് നിങ്ങൾ കോതിത്തരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ആ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിലോ അതിനുശേഷം ഇങ്ങോട്ട് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലോ ഏതെങ്കിലും ഒരു വിഷയത്തിലോ കൈകടത്താൻ നാം അനുവാദം കൊടുത്തിട്ടുമില്ല. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ. ഖുർആന്റെ ഒരു രീതി നോക്കിയേ. ആ നബി എങ്ങാനും ഈ വിഷയത്തിൽ എന്റെ മേൽ എന്തെങ്കിലും ബഅദൽ അഖാവീൽ കെട്ടിച്ചമച്ച് പറഞ്ഞാൽ, ഒരു സൂറത്ത് ഉണ്ടാക്കിയതെന്നല്ല, ഒരാശയം ഉണ്ടാക്കിയതല്ല, എന്തെങ്കിലും ഒരു വാക്ക് ഖുർആനിന് പുറമെ ഞാൻ പറയാത്തതിന്റെ പേരിൽ ചേർത്ത് പറഞ്ഞാൽ, ഓ എന്റെ റസൂൽ പറഞ്ഞു. നമ്മളെന്താ പറയാ സാധാരണ? ഇന്ന് ആലിവ് പറഞ്ഞല്ലേപ്പ, അയാൾ തെറ്റ് പറ്റുമോ? അയാൾ വെറുതെ പറയോ? അയാൾക്ക് അങ്ങനെ തെറ്റ് വരാൻ ചാൻസ് ഉണ്ടോ? അതുകൊണ്ട് ശരിയായിരിക്കും. അള്ളാഹു പറഞ്ഞെന്താ അറിയോ? എന്റെ റസൂലാ, എന്റെ ഹബീബാ, പക്ഷെ ഞാൻ അങ്ങനെ വെക്കൂല. എന്റെ വലത് കൈ കൊണ്ട് ഞാൻ പിടിക്കും. വതീൻ ഞാൻ മുറിച്ചു കളയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ തഫ്സീർ പറഞ്ഞു, വതീൻ എന്ന് പറഞ്ഞാൽ ഖൽബിലേക്ക് കണക്ട് ആയിട്ടുള്ള ഒരു ഞരമ്പാണ്, അത് പൊട്ടിക്കുമെന്ന് അള്ളാഹു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മെരിപ്പിച്ചു കളയും, ഞാൻ ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല. അത്ര കൃത്യമാണ് പരിശുദ്ധ ഖുർആൻ. ഒരാൾക്ക് തൊടാൻ കഴിയില്ല, ഒരാൾക്ക് തൊടാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനിനെ ഇന്നായത്ത് തിരുത്തണം, ഇന്നത് ഇങ്ങനെയാക്കണം, ഇന്നത് ഇങ്ങനെ മാറ്റണം
എന്ന് വിവരദോഷികളായിട്ടുള്ള പലരും നമ്മുടെ നാട്ടിന് പറഞ്ഞിട്ടുമുണ്ട്. ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, സുപ്രീം കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ ആയത്തെല്ലാം വലിയ പ്രശ്നമുള്ള ആയത്താണ്, അതൊന്ന് എടുത്തു കളയാൻ. ഖിയാമത്ത് നാൾ വരെ നടക്കൂല എന്നല്ല, ഇതിന്റെ അപ്പുറത്ത് എന്താ നമ്മൾ പറയേണ്ടത്? അസംഭവ്യമാണ്, മുഹാൽ, നടക്കുന്ന സംഗതിയല്ല. അത്ര കൃത്യമാണ് പരിശുദ്ധ ഖുർആൻ. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ, ഒരു അപാകത, ഒരു ന്യൂനത പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലം തൊട്ട് ഇങ്ങോട്ട്, ഇന്നും നാളെയും ഇനി അങ്ങോട്ടും അത് നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ യഥാർത്ഥത്തിൽ സത്യസന്ധമായി ഇതാ ഇന്ന പ്രശ്നം ഖുർആനിലുണ്ട്, ഇന്ന വരിയിലുണ്ട്, ഇന്ന അക്ഷരത്തിലുണ്ട്, സാധിക്കൂല. മുമ്പെന്നോ ബേക്കുന്നോ ഒരു ബാത്തിലിന്റെ ശക്തിക്കും അതിനെ കൈകടത്താൻ ഞാൻ സമ്മതിക്കൂല. അള്ളാഹുവിന്റെ കലാമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ആരും ഖുർആനിന്റെ കാവലാണാവണ്ട. നമ്മൾ ഖുർആന്റെ ആൾക്കാരാണ്. ഉണ്ടല്ലോ, ഖുലു തക്ബീർ, അല്ലാഹു അക്ബർ, ഖുലു 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 തക്ബീർ, അല്ലാഹ് അല്ലാഹ് അല്ലാഹു അക്ബർ. കാരണം ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്. അത് ഞാൻ നോക്കിക്കോളാം എന്ന് അള്ളാഹു പറഞ്ഞതാണ്. നമ്മതിനെ നോക്കൊന്നും വേണ്ട. നമ്മൾ എന്തായാൽ മതി? അഹ്ലുൽ ഖുർആൻ. നമ്മൾ അതിന്റെ ആളായാൽ മതി. ഖുർആന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാ. ദുനിയാവിൽ ഇന്ന് വരെ ഒരുത്തൻ അങ്ങനെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിന്റെ ആയിരക്കണക്കിന് വരുന്ന അക്ഷരങ്ങളിൽ ഒന്നിന് എന്തെങ്കിലും ഒരു തിരുത്തലുണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് ജൂതന്മാർ. എവിടെയെന്നറിയോ? സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു ഒരു സംഭവം പറയുന്നുണ്ട്. 2 പ്രവാചകന്മാരുടെ. ആരൊക്കെയാ? മൂസയും ഖിദറും അലൈഹിമുസ്സലാത്തു വസ്സലാം. ഫൻതലഖ, രണ്ടാളും യാത്ര തുടങ്ങുന്നു. ഹത്താ ഇദാ അതയാ അഹ്ല ഖർയൻ ഇസ്തതഅമാ അഹ്ലഹാ, ഒരു ഗ്രാമത്തിലെത്തി, ഒരു രാജ്യത്തെത്തി. 2 പേരും ആ രാജ്യക്കാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്തു? ബാക്കി എന്താ? ശേഖന്മാര് പറയരുതേ. അതർത്ഥം പറയാ. സൂറത്തുൽ കഹ്ഫിന്റെ അർത്ഥം ഞാൻ ചോദിക്കുന്ന കേട്ടോ. ആഴ്ചക്കാഴ്ചക്ക് രാവിലെ ഓതി തീർക്കുന്ന സൂറത്തുൽ കഹ്ഫിന്റെ, അതും പ്രശസ്തമായ സംഭവത്തിന്റെ അർത്ഥം ഞാൻ ചോദിച്ചത്. അർത്ഥം അറിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ലജ്ജിക്കണം. നമ്മൾ മുസ്ലിമീങ്ങളാണ്, ഖുർആന്റെ ആൾക്കാരാണ്. അതിന് അർത്ഥം അറിയില്ലെങ്കിൽ ലജ്ജിച്ച് തല താഴ്ത്തണം. ഈ സാധനത്തിന്റെ ഇൽമ എത്ര ഉണ്ടാവും നമ്മളെ കൈമേൽ? മൊബൈലിൽ നമ്മൾ ചിലപ്പോൾ അഭിമാനം പറയും, എൻ്റെ ചെക്കനുണ്ടല്ലോ, ചെക്കൻ മീൻസ് മോൻ, 5 വയസ്സേ ഉള്ളൂ, പക്ഷേ ഈ ഫോണിൽ ഒന്ന് കൊടുത്തു നോക്കി മോനോ അതിൻ്റെ A to Z പറഞ്ഞു തരും. നമ്മൾ പിന്നെ അഭിമാനത്തിൻ്റെ പറയാ. ഏറ്റവും ചെറിയ സൂറത്ത് ഏതാ? കൗസർ. അതറിയാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. 3 ആയത്ത്. ആ ചക്കനെ കൊണ്ടൊന്ന് അർത്ഥം പറയിപ്പിച്ചേ. നമ്മളെ ബുദ്ധിമാനായ ആ ചക്കനില്ലേ വീട്ടിലെ, ഐഫോൺ ഇപ്പൊ ഏതാ ലേറ്റസ്റ്റ്, ഏതാ 17 Pro, അതിന്റെ ABCD അറിയുന്ന ചെക്കനില്ലേ, അവനെ കൊണ്ടൊന്ന് അതിന്റെ അർത്ഥം ഒന്ന് പറയിപ്പിച്ചേ. +2 +1 +2 ഹൈസ്കൂളോ പഠിക്കുന്ന ആണിനോ പെണ്ണിനോ അറിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, ഖുർആനിന്റെ ഹക്ക് നിങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. ഇല്ല, വല്ലാഹി ഇല്ല. നമ്മൾ പഠിപ്പിച്ച് വലിയ ഡിഗ്രി കൊടുത്ത് ലക്ഷങ്ങൾ ചെലവാക്കി പഠിപ്പിച്ച് വലിയ സ്ഥാനത്തെത്തി, ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. നമ്മുടെ കസരമിതാവോ ഉത്തരവാദിത്തമെല്ലാം കഴിഞ്ഞു. പിള്ളേരൊക്കെ വരുന്ന ഇലക്കാക്കി ഇവിടുത്തെ ചൂടും തണുപ്പും എല്ലാം സഹിച്ചാലെന്താ? മക്കളിപ്പോൾ നല്ല ശമ്പളം വാങ്ങുന്നുണ്ട്, നല്ല തിന്നുന്നുണ്ട്, നല്ല വണ്ടി, നല്ല ഡ്രസ്സ്. വല്ലാഹി ഹക്ക് പൂർത്തിയായിട്ടില്ല ഉടമസ്ഥന്റെ കലാമ് പഠിപ്പിക്കാതെ. ആയില്ല. أطعنا سادتنا وكبراءنا فأضلونا السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. ഖുർആനാണ്.
ഇതെന്നെ നിങ്ങളെ ഉറക്കുന്നിങ്ങനെ എണീപ്പിക്കണം, നെട്ടി എണീക്കണം. നമ്മളെ പൊന്നരിച്ച നമ്മളെ മക്കള്, ആയുസ്സും ആരോഗ്യവും ലക്ഷ്യങ്ങളും ചെലവാക്കി പഠിപ്പിച്ച നമ്മളെ മക്കള്, ആയുസിന്റെ മഹാഭൂരിപക്ഷവും ചെലവഴിച്ച് അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ക്ഷീണിച്ച് അവശരായി ആ മക്കൾക്ക് വേണ്ടി ഉടമസ്ഥന്റെ കോടതിയിൽ ഒരു സങ്കോചവുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ, ഒരു കുറ്റബോധവും ഇല്ലാതെ വിരൽ ചൂണ്ടിയിട്ട് പറയും, പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നവർ സമയമുണ്ടായിട്ടും പഠിപ്പിച്ചിട്ടില്ല. ആതിഹിം ദഅഫൈനി മിനൽ അദാബ്, രണ്ടരട്ടി ശിക്ഷ കൊടുത്തോളണം. വൽഅൻഹും ലഅനൻ കബീറ, നീ ശപിച്ച് അവരെ തള്ളിക്കൊള്ളണം. ഇവര് കാരണത്താണ് ഞാൻ പഠിക്കാണ്ടായത്. എന്ത് പറയും അള്ളാഹിന്റെ കോടതിയിൽ ന്യായം? അള്ളാഹുവേ, ഞാനങ്ങ് ബഹ്റൈനിലും പിള്ളേരങ്ങ് നാട്ടിലും അല്ലേ, എന്താ പറയാ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആനിലാണായാൽ മതി, അതിനെ സംരക്ഷിക്കാൻ നിൽക്കണ്ട. അത് അള്ളാഹു ഏറ്റെടുത്തതാണ്. അതിനെ സംരക്ഷണം അള്ളാഹു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അവിടെ അന്നും ശ്രമമുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെ അത് ശ്രമിക്കുകയും ചെയ്യും. മൂസ നബിയും ഖിദ്ർ നബിയും ആ നാട്ടിലെത്തി, ഭക്ഷണം ചോദിച്ചു. ഫഅബൗ, അവർ വിസമ്മതിച്ചു. അത് ജൂതന്മാർക്ക് എന്തിനു പറയാ, ക്ഷീണാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാർ പറയും, കണ്ടോ, 2 പ്രവാചകന്മാര് നാട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം കൊടുക്കാൻ മനസ്സ് വരാത്ത ക്രൂരന്മാരാണവർ. ഖിയാമത്ത് നാൾ വരെ ജൂതന്റെ സ്വഭാവം ഇന്നും അങ്ങനെയാണ്. നമ്മൾ ചോദിക്കില്ലേ, എങ്ങനെപ്പോ അവരിങ്ങനെ ബോംബിടുന്നു, എങ്ങനെപ്പോ അവരിങ്ങനെ മക്കളെ കൊല്ലുന്നു? അവരുടെ മനസ്സ് അത്ര ക്രൂരമാണ്. അവര് കൊല്ലും. മിസൈലുകൾ ഉപയോഗിച്ച്, ബോംബ് ഉപയോഗിച്ച് പിഞ്ചു പൈതങ്ങളെ അവര് തകർക്കും, ചാമ്പലാക്കും. പാതിരാത്രിക്ക് അവരെ ഓർത്തിട്ട് ഇങ്ങനെ കുളിർമ കൊള്ളും. അതാ ജൂതന്റെ സ്വഭാവം. നമുക്ക് തിരിഞ്ഞില്ല. നമ്മളിപ്പോ എന്റെ വേക്കിലാണ്. നമ്മുടെ കോലവും വേഷവും നമ്മുടെ സാധനങ്ങളും എല്ലാം, നമ്മുടെ നിലപാട്, നമ്മുടെ പോക്കും, നമ്മുടെ ഫാഷനും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അവർ ക്രൂരന്മാരാണ്. സഹതാപം അവർക്കില്ല. അതാ അവർ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കൂടെയുള്ളവരുടെ ഈ സ്വഭാവം അങ്ങനെയായിരിക്കും. അവർ ചിന്തിക്കുന്നില്ല, ആരാപ്പായി മരിക്കുന്നത്, എന്താപ്പാ സംഭവിക്കുന്നത്, എന്തൊക്കെ നഷ്ടം ഉണ്ടാവും. 2 പ്രവാചകന്മാർ ആട്ടിപ്പായിച്ച പാരമ്പര്യമുള്ള ടീമാണ്. ളിയാഫത്തിന് അവർ വിസമ്മതിച്ചു. ഇത് ഇവർക്ക് മനസ്സിലായി. ഇവരെന്താ ചെയ്തെന്നറിയോ? അബൗന്റെ ബായിന്റെ താഴത്തെ നുക്ത പുള്ളി അത് മാറ്റി മുകളിൽ 2 പുള്ളി ഇടാൻ ശ്രമിച്ചു. അപ്പൊ എന്താവും? മനസ്സിലായില്ല. എന്താ അർത്ഥം? അവര് വന്നു എന്നർത്ഥം. ഈ 2 പേരെയും സൽക്കരിക്കാനായിട്ട് അവരോടി വന്നു. ഒറ്റ പുള്ളിന്റെ കാര്യമുള്ളൂ. താഴത്തെ മാറ്റി മുകളിൽ 2 ഇട്ടാൽ നടക്കൂല. എന്തുകൊണ്ടറിയോ? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഒരു പുള്ളി മാറ്റിയ പിറ്റത്തെ ഫജ്റിന് ഉടമസ്ഥനായ റബ്ബ കലാമിനെ സംരക്ഷിക്കാൻ ഏറ്റെടുത്ത ഹാഫിദുകളുടെ കൽബിൽ നിന്ന് അത് കൃത്യമായി പുറത്തേക്ക് വരും. കോടിക്കണക്കിന് വരുന്ന മുസ്ഹഫുകൾ കത്തിച്ച് ചാമ്പലാക്കി എന്ന് വെച്ചോ, പിറ്റന്ന് രാവിലെ പുതിയ പ്രിന്റ് ദുനിയാവിൽ വന്നിരിക്കും. പിന്നെ നമ്മൾ എന്തിനാ ടെൻഷനാണ് ഖുർആനെ പറ്റി? ഞാൻ ഖുർആനെ നോക്കണപ്പോൾ ഓരെന്തെങ്കിലും ഖുർആനാക്കും. എവിടെയോ ആരോ ഖുർആൻ കത്തിച്ച് നമ്മളിവിടെ ജാഥ, നമ്മളിവിടെ കല്ലേറാണ്, നമ്മളിവിടെ സമരാണ്. നീ സംരക്ഷിക്കണം, ഞാൻ നോക്കിക്കോളാം. എന്റെ കലാമം ഞാൻ നോക്കിക്കോളാം. നീ എന്ത് നോക്കിയാൽ മതി? അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആളാവാൻ, എന്നിട്ട് അള്ളാന്റെ സ്പെഷ്യൽ ടീമിൽ പെടാനുള്ള വഴി എന്താന്ന് നീ നോക്കിയാൽ മതി. അത് അങ്ങനെ അള്ളാഹു പറഞ്ഞെന്ന്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജൂതന്മാർ യഥാർത്ഥത്തിൽ ശ്രമം ശരിക്കും നടത്തിയിട്ടുണ്ട്. കാരണം എന്താ അറിയോ? ഈ തെറ്റ് വരാത്ത, ഒരിക്കലും നശിപ്പിക്കാൻ കഴിയാത്ത പരിശുദ്ധമായ ഖുർആൻ ഒരു മനുഷ്യന്റെ കൽബിൽ കയറിയാൽ അവൻ പിന്നെ മനുഷ്യനായി മാറും. പിന്നെ മൃഗീയത. കാരണം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി വന്ന് ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ജീവിച്ച ഖുറൈശികൾ എന്തായിരുന്നു അവരുടെ സാംസ്കാരിക അവസ്ഥ? അന്ന് മക്കത്ത് മോശമായിരുന്നു, വളരെ മോശമായിരുന്നു. കള്ളുകുടി, വ്യഭിചാരം, പലിശ,
കൊലപാതകം, പിടിച്ചുപറി, പിന്നെ പകപോക്കൽ, യുദ്ധം. ഉപ്പാപ്പന്മാർ മരിക്കാൻ നേരത്ത് വസിയത്ത് എന്താ കൊടുക്കാന്നറിയോ? എനിക്ക് ഇന്ന ടീമിനോട് ഭയങ്കര വെറുപ്പാണ്, നിങ്ങൾ ആ വെറുപ്പ് കാത്തു സൂക്ഷിച്ചോളണം. എന്താ പറയുക? വസിയത്ത്. സാംസ്കാരികമായി. അതേസമയം ഭൗതികമായോ, ബുദ്ധിപരമായി എങ്ങനെയാ? നിങ്ങൾക്ക് ഉറക്കെഴുതുന്നുണ്ടോന്ന് തോന്നുന്നു. ടോപ്പ് ലെവലിലെ മനുഷ്യന്മാരാണ്. ഡാർക്കേജ് ഉണ്ടാക്കിയത് ചരിത്രത്തെ മാറ്റിമറിച്ച അവർക്ക് എന്താ പറയുക, സാനിസ്റ്റ് ലോബികളാണ്. ഡാർക്കേജ് എന്ന പേര് കൊടുത്ത് ഇരുണ്ട യുഗം എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത കുറേ കൗരന്മാരും മന്ദബുദ്ധികളും പൊട്ടന്മാരും ജീവിച്ച 6-ാം നൂറ്റാണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ആ പൊട്ടന്മാർക്ക് വേണ്ടി വന്ന നബിയാണ് മുഹമ്മദ് നബി. ആ മന്ദബുദ്ധികൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട ഖുർആൻ അല്ലാഹുവിന്റെ കലാം എന്ന് വരുത്തി തീർക്കാനായിട്ട് തൊലിവെടുത്ത താരീഖിന്റെ വക്താക്കള് എഴുതി ചേർത്ത കള്ളത്തരമാണത്. ഖുറൈശികൾ ബുദ്ധിമാന്മാരാ, ഖുറൈശികൾ സാഹിത്യകാരാ, ഖുറൈശികൾ കച്ചവടക്കാരാ, നല്ല തലപ്പത്ത് നിൽക്കാൻ പറ്റിയ ആൾക്കാരാണ് മക്കത്തെ ഖുറൈശികൾ. അവർ 6-ാം നൂറ്റാണ്ടിന്റെ ഒന്നിനും കൊള്ളാത്ത പൊട്ടന്മാരാക്കി. എന്തിനറിയോ? അവർക്ക് വേണ്ടി വന്ന ഖുർആൻ, പൊട്ടന്മാരെ കിതാബാണ് ഖുർആൻ എന്ന് വരുത്തി തീർക്കാൻ. നമുക്കും അങ്ങനെ തന്നെ ആയില്ലേ? പൊട്ടന്മാർക്ക് വന്നത് പരിശുദ്ധ ബുദ്ധി ഇല്ലാത്തവന് ഖുർആൻ മനസ്സിലാവോ? ഇല്ല. അള്ളാഹു ചോദിച്ചു പരിശുദ്ധ ഖുർആനിൽ, അഫലാ തഅഖിലൂൻ അഫലാ തദക്കറൂൻ അഫലാ തദബ്ബറൂൻ. ഇതാരോടെ ചോദിക്കേണ്ട? മന്ദബുദ്ധികളോട്. ഖുർആനിലെ ഏകദേശം 22 23 സൂറകൾ, തെറ്റുണ്ടെങ്കിൽ ഷേഖ് ഒന്ന് ശ്രദ്ധിക്കണം, 22 23 സൂറകൾ അവതരിക്കുന്നത് ഹുറൂഫുൽ മുഖത്തഅത്തോട് കൂടിയാണ്. ഉദാഹരണം പറഞ്ഞേ, അലിഫ് ലാം മീം. എന്താ അർത്ഥം? നമുക്കറിയില്ല. അർത്ഥമില്ല എന്നല്ല, നമുക്കറിയില്ല. നമുക്ക് അറബിക നമ്മൾ. ഖുറൈശികൾക്ക് അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായി. ഖുറൈശികൾക്ക് അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായി. തുഫൈൽ ഇബ്നു അബ്ദുൽ ദൗസി റളിയല്ലാഹു അൻഹു, ദൗസ് ഗോത്രക്കാരൻ, ബുദ്ധിജീവി, സാഹിത്യകാരൻ, കവി, വലിയ കച്ചവടക്കാരൻ, ദൗസ് ഗോത്രത്തിന്റെ നേതാവ്. മക്കത്തേക്ക് എല്ലാ വർഷവും ഹജ്ജിന് വരും. ഒരു പ്രാവശ്യം വന്നപ്പോൾ അബൂജഹൽ അടക്കമുള്ള നേതാക്കന്മാർ വന്നിട്ട് പറയാനില്ല, മറ്റേ അബ്ദുല്ലാന്റെ മോൻ മുഹമ്മദിനെ കാണുമ്പം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ പറയില്ല, സെൽഫിനെ കണ്ടാൽ ശ്രദ്ധിച്ചോളെ, ഓൻ്റെ പിടിപ്പുണ്ട്, ഓൻ്റെ പള്ളിയിൽ കയറേണ്ടതെന്ന് അറിയില്ല പോലെ. ശ്രദ്ധിക്കണം, ഓൻ്റെ വാക്കിന് വല്ലാത്തൊരു മാസ്മരികതയുണ്ട്. പെട്ടുപോകും. നമ്മളെ കൂട്ടത്തിൽ പലയാരും പെട്ടിട്ടുണ്ട്. പാരമ്പര്യത്തിൽ നിന്ന് മാറി പുതിയതിലേക്ക് പോയിട്ടുണ്ട്. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഇദ്ദേഹം പറയാണ്, അത് കേട്ട് കേട്ട് എനിക്ക് പേടിയാവാൻ തുടങ്ങി. ഇതെന്താ സംഭവം? ഞാൻ തവാഫ് ചെയ്യാൻ പോകുമ്പോൾ ചെവിയിൽ തുണിയും കയറ്റിയിട്ടാണ് പോവുക. മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ വർത്താനം കേൾക്കാണ്ടിരിക്കാൻ. ഒരു വർഷം ഞാൻ വന്നു. ഞാൻ ചിന്തിച്ചു, ഞാനെന്തിനിപ്പം ഇവർ പറയും പോലെ കേൾക്കുന്നു? ഞാൻ സ്വതന്ത്രനില്ല, അടിമയായിട്ടാണോ? ഞാൻ കവിയാണ്, ബുദ്ധിജീവിയാണ്, ഞാൻ വലിയ നേതാവാണ് ദൗസഗോത്രത്തിൻ്റെ. ഒന്ന് കേട്ടോക്കാമല്ലോ. കഅബാലയത്തിൻ്റെ മുറ്റത്തെത്തി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെവിയിൽ നിന്ന് തുണിയൂരി. ആദ്യം കേട്ടെന്താ അറിയോ? ഹാമീം, 2 അക്ഷരം. നമുക്ക് തിരിച്ചിട്ട് നമ്മളങ്ങ് ഓതി പോയി. അവിടെ നീട്ടാനുള്ള മദ്യൻ്റെ മസാല പഠിച്ചിട്ട് നമ്മളങ്ങ് പോയി. തുഫൈല് ചിന്തിച്ചു, മാ മഅന, ഇതെന്താ ഇതിൻ്റെ അർത്ഥം? നല്ലൊരു അറബി കവിയാണ്, സാഹിത്യകാരനാണ്, മുഹമ്മദ് ഉമ്മിയാണ്. അപ്പോൾ ഈ പറയുന്ന വാക്കെന്താണ്? സംതിങ് ഇതിലെന്തോ ഉണ്ടല്ലോ. ഞാൻ അടുത്തിരുന്നു, ഹാമീൻ സൂറത്ത് ഫുള്ള് കേട്ടു. ഓതി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ എത്ര കൊല്ലമായി കേൾക്കുന്നു? ഇവിടെ പിന്നെയും തറാവീഹ് നിസ്കാരം നല്ല റാഹത്തായിരിക്കും. നാട്ടിലെ തറാവീഹ് നിസ്കാരം എത്ര മിനിറ്റ് കൊണ്ട് തീരുന്നറിയോ? എത്ര മിനിറ്റ് കൊണ്ട് തീരെ തറാവീഹ് നിസ്കാരം? 11 ആണെങ്കിലും 23 ആണെങ്കിലും എത്ര മിനിറ്റ് എടുക്കും? 40 മിനിറ്റ്, 3/4 മണിക്കൂർ. 8:30 തുടങ്ങി 9:40 ആകുമ്പോൾ വിത്ര അടക്കം ഖലാസ്. 9:55 ആയാൽ സെക്രട്ടറി വിളിക്കും ഇമാമിനെ. ബംഗാളിയാണല്ലോ. ഇമാം സാബ് ക്യാ പഠത്തെ ഹോ, ഇतना ज़्यादा क्यों पढ़ते हो? थोड़ा थोड़ा पढ़ो, जल्दी ख़त्म करो, लोग जाके सो जाएंगे. ചിലപ്പോൾ ലാസ്റ്റ് 10 മൂപ്പർക്ക് ഒരു ആവേശമായിട്ട് 10 മണിയാവും. ഇപ്പോൾ സെക്രട്ടറി അകലെ സ്ഥലത്തും നെയ്
ദൂസറയിലൊക്കെ ആവും. ഒന്ന് ഇമാമൻ ശരിയാവില്ല. ഇവനെന്താ പഠിച്ച മൊത്തം ഒതി തീർക്കുക? നമുക്ക് തിരിയുന്നില്ല. ചിരിക്കാനുള്ളതല്ല, കരയാനുള്ളതാണ്. ഇത് അല്ലാഹുവിന്റെ കലാമാണ് എന്ന് ബോധ്യമുള്ള മനുഷ്യന്മാരാ. കേൾക്കുമ്പോൾ രസമില്ല, കേൾക്കുമ്പോൾ ഒരു സുഖമില്ല. ഒരു 5 മിനിറ്റ് അധികം നിന്നിട്ട് കേൾക്കാനുള്ള വെമ്പല് മനസ്സിലില്ല. തുഫൈൽ ബിൻ അബ്ദ് ദൗസി ഹാമീൻ എന്ന 2 അക്ഷരം കേട്ടവർ ബാക്കി സൂറകൾ കേട്ട് എഴുന്നേറ്റ് പോയത് ഷഹാദത്തിന്റെ കലിമയും പറഞ്ഞ് മുസ്ലിമായിട്ടാണ്. പൊട്ടന്മാർക്കുള്ള എല്ലാ ഖുർആൻ ചിന്തിക്കുന്നതിനുള്ളതാണ്. പൊട്ടന്മാർക്ക് ഏടുകൾ കഴുതകൾ വഹിക്കും പോലെ ഖുർആൻ 10 തലയിൽ വെച്ചാലും അവർക്ക് എന്ത് കിട്ടാണ്? ചിന്തിക്കുന്നവർക്കുള്ളതാണ്, പഠിക്കുന്നവർക്കുള്ളതാണ്. അള്ളാഹു ആ കൂട്ടത്തെ പഠിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ജൂതന് മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ മനുഷ്യന്മാരെങ്ങാനും ഖുർആൻ അറിഞ്ഞാൽ, ഖുർആൻ പഠിച്ചാൽ മനുഷ്യനായി മാറും. മനുഷ്യനായാൽ പിന്നെ കള്ളില്ല, പിന്നെ ഏതാ അണ്ടിയം അതില്ല, പിന്നെ ഏതാ ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. വിചാരമില്ല, പലിശയില്ല, അക്രമങ്ങളില്ല, പകയില്ല, വെറുപ്പില്ല. അതല്ല മനുഷ്യന്മാർ. ബാക്കി മൃഗങ്ങളല്ലേ. മനുഷ്യന്മാരായാൽ പിന്നെ ഇവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? പിന്നെ മസീഹുദ് ദജ്ജാലിന്റെ വരവനെങ്ങനെ വഴിയൊരുക്കാൻ പറ്റും? മനുഷ്യന്മാരായാൽ കിതാബുൽ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്ന് ഒരൊറ്റ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു തന്ന കിതാബാണിത്. അപ്പൊ അതിന് പണിയെടുത്താൽ ഇരുട്ടുകളിൽ നിന്ന്, ശരിയാണ്, ഇരുട്ട് പലതുമുണ്ട്, തോന്നിവാസങ്ങൾ പലതുമുണ്ട്. അതിൽ നിന്ന് ആ മനുഷ്യന്റെ കൽബ് മാറി ഒറ്റൊന്നിലേക്ക് വരും. ദീനുൽ ഇസ്ലാം, സിറാത്തുൽ മുസ്തഖീം. അതാണ് ഇലന്നൂർ. ഇരുട്ട് പലതുണ്ട്, ദുലുമാത് ബഹുവചനമാണ്. ഇരുട്ടുകളിൽ നിന്നും വരും ഇലന്നൂർ, ഒരൊറ്റ പ്രകാശത്തിലേക്ക്. ആ വരുന്ന പേടി ജൂതനുണ്ട്. അതുകൊണ്ടെന്താ ചെയ്യുന്നില്ല അവര്? നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ജൂത കുട്ടികൾ, യുവതികൾ, യുവാക്കൾ, അവർക്ക് ലക്ഷക്കണക്കിന് ഡോളറുകൾ ശമ്പളം നിശ്ചയിച്ച് ഖുർആനിൻ്റെ ഹാഫിദുകളാക്കി മാറ്റി. അറിയോ, നമ്മളിപ്പോഴും ഖുലൂ തക്ബീറിലാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് അമ്മ പോയിട്ടില്ല. ജൂത പിള്ളേര് ഹാഫിദുകള്, സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും ഹിഫ്ളുള്ളവർ, ജൂതക്കാരായ ചെറുപ്പക്കാരികളും. ഇതെപ്പോഴാ മനസ്സിലാവുന്നറിയോ? ഒരു ദിവസം ഉംറക്ക് പോയ സമയത്ത് തവാഫ് ചെയ്യാൻ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ചെറുപ്പക്കാർ വരുന്നു. നല്ല വെളുത്ത ശരീരം, പൂച്ചക്കണ്ണ്, ചുവന്ന മുടി, സുന്ദര കുട്ടപ്പന്മാര്, കൈമുൽ ഖുർആനിന്റെ ഒരു കോപ്പി. ശരീരം മുഴുവനും കുരിശിന്റെയും മറ്റു ചിഹ്നങ്ങളും പെൺകുട്ടികളുടെ ചിത്രങ്ങളും പച്ച കുത്തിയ ഒരു കാലത്ത് ജൂദായിസത്തിന്റെ നാറിപ്പൊളിച്ച ആശയം പേറി മൃഗങ്ങളെ പോലെ ജീവിച്ചവർ, പരിശുദ്ധ ഖുർആനിനെ ചവിട്ടി അരച്ചവർ, ഖുർആനിനെ കത്തിച്ചു കളഞ്ഞവർ, ഖുർആനെ വിമർശിക്കാനും അതിന് ആളുകളുടെ മനസ്സിൽ നിന്ന് പറിച്ചെറിയാനും ഡോളറുകൾ ശമ്പളം വാങ്ങി കുത്തിയിരുന്ന് പരിശുദ്ധ ഖുർആൻ പഠിച്ചവർ ഒരു കാലത്ത് ഇന്ന് കഅബാലയത്തിന്റെ മുറ്റത്ത് ഉടമസ്ഥന്റെ ദർബാറിൽ വന്ന് തൗബയുടെ വാക്കുകൾ ഉരുവിട്ട് കരഞ്ഞ് നിലവിളിച്ച് കഅബാലയം തവാഫ് ചെയ്യുകയാണ്. അതിൽ ഒരുത്തൻ ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ തുണി ബാക്കോട്ട് വീണുപോയി. ഞാൻ നോക്കുമ്പം ബാക്കിൽ ഒരു വലിയ പെണ്ണിന്റെ മുഖം പച്ച കുത്തിയിരിക്കുന്നു. ഓനെ ഗേൾഫ്രണ്ട് ആയിരിക്കും. പക്ഷേ ജൂതൻ ആ പണി ഏൽപ്പിച്ചു. ഉടമസ്ഥനായ റബ്ബ് ഓനെ പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക്. അതായത് ഇത് ഞാൻ സംഭവിക്കും. ജൂതൻ പണിയെടുക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ അരിച്ച് പറക്കാൻ എന്ത് കൊടുത്താലാ തെറ്റി. നമ്മൾ യൂട്യൂബിലൊക്കെ ചില മനുഷ്യന്മാരെ കാണുന്നില്ലേ, പേരൊന്നും ഞാൻ പറയുന്നതിനൊക്കെ മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പറയും, ഇതാ ഖുർആൻ ഇങ്ങനെ ഉണ്ട്, തെറ്റുണ്ട്, ഖുർആൻ ഇങ്ങനെ തെറ്റുണ്ട്. ഇതോന് കിട്ടിയല്ല, ഇതോന് മറ്റം കൊടുത്തതാ. ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി, കുറേ ചെറുപ്പക്കാരെ പിടികിട്ടും. കാരണം ഇവനറിയില്ല ഇത്. ഈ ചെറുപ്പക്കാരൻ ഇത് കണ്ടിട്ട് പോലുമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം 17 പ്രാവശ്യം ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്ത 199.9 അച്ചെറുപ്പക്കാരന്റെ മുന്നില് ഈ പറയപ്പെട്ട യൂട്യൂബർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ സംതിങ് ഒന്നും ഉണ്ടിട്ടാ, സ്വാഭാവികമല്ലേ? ഒരു ദിവസം 17 പ്രാവശ്യം ഓതണ്ടേ സൂറത്തുൽ ഫാത്തിഹ? വാജിബൻ, നിസ്കാരത്തിൽ ഓതൽ നിർബന്ധം. അതുപോലും എന്തെന്ന് തിരിയാത്തൊരു ഖൗമ്. അത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നല്ല, അമ്മൻ
മൊത്തത്തിൽ പറയാം. ജൂതൻ്റെ പണി അതാണ്. പക്ഷെ അള്ളാഹു നേരെ തിരിച്ചിട്ടു. ഇന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പിയും പൊക്കിപ്പിടിച്ച് യൂറോപ്പിൻ്റെ തെരുവീഥികളിൽ പാറപ്പുറത്ത് കയറി നിന്നിതാ മനുഷ്യനാവണോ, ഇതിലേക്ക് വന്നോളൂ എന്ന് മറ്റു വിളിക്കുക. നിങ്ങൾക്ക് മൃഗീതയിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ജീവിതത്തിന്റെ രസറിയണോ? കുടുംബ ജീവിതത്തിന്റെ സുഖമറിയണോ? മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കണോ? ഇതാ ഈ ഗ്രന്ഥത്തിലേക്ക് വാ. യുവതക്കുട്ടികൾ വിളിക്കാൻ തുടങ്ങി. പക്ഷെ ഇവിടെ ഒരു വിഷയം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഗൗരവത്തോടെ കേട്ടോളൂ. അവർ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ പിറകോട്ട് പോവുകയാണ് എന്ന സത്യം മറക്കണ്ട. ഖുർആൻ മുമ്പിൽ പിടിച്ചവർ മുമ്പോട്ട് വരുമ്പം അള്ളാഹു പറഞ്ഞ വാക്കെന്താ? വഇൻ തതവല്ലൗ, നിങ്ങൾ പിന്മാറിയാൽ. ജനിച്ചു തൊട്ട് ഖുർആൻ കൈമുള്ള ആൾക്കാർ നമ്മൾ, നിങ്ങൾ പിന്മാറിയാൽ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, ഞാൻ നിങ്ങളങ്ങ് മാറ്റും, പുതിയ ടീമിനെ രംഗത്ത് കൊണ്ടുവരും. സുമ്മ ലാ യകൂനു അംസാലക്കും, അവർ നിങ്ങളെപ്പോലെ ആയിരിക്കില്ല. അവർ നിങ്ങളെപ്പോലെ ആയിരിക്കൂല. മറിച്ച് അവൻ എങ്ങനെയായിരിക്കും? ഉടമസ്ഥൻ അറിഞ്ഞവർ. യുഹിബ്ബൂനഹു യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവർക്ക് അല്ലാഹുവോട് ഇഷ്ടമായിരിക്കും, അല്ലാഹുക്ക് അവരോട് സ്നേഹമായിരിക്കും. അവർ അല്ലാഹുവിന്റെ കലാമിനെ നെഞ്ചോട് ചേർത്തവരാ, അതറിഞ്ഞവരാ. അഹ്ലുല്ലാഹി വഖാസ്സതു, അതിൽപ്പെട്ടവരായിരിക്കും. നിങ്ങളെപ്പോലെ ആയിരിക്കൂല. ഇതാരോടാ പറയുന്നത്? എൻ്റെ ഇത് ഈ ഖുർആൻ ആയത്തിറങ്ങുമ്പോൾ മദീനത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരാരാ? സഹാബാക്കളാണ്. അവരോടായി പറയുന്നത് ലാ യകൂനു അംസാലക്കും, നിങ്ങളെപ്പോലെയാവൂല. എന്നോടും നിങ്ങളോടും എന്തായിരിക്കും പറയേണ്ടി വരിക? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ മനുഷ്യനാക്കും. അതെന്താണെന്നറിയണം, അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നറിയണം. ഇല്ലെങ്കിൽ നമ്മൾ സംശയാലോ, അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ശൈത്താൻ പെട്ടെന്ന് പിടിക്കും. കാരണം എന്താ അറിയോ, ഖുർആനെ പറ്റി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അതുകൊണ്ട് കുറേ ആൾക്കാർ നേർവഴിയിലും ആവും, പിന്നെന്തിലും ആവും. വഴികൾ ആരാ ഈ വഴികളിലാവുക? ഇതെന്താന്ന് തിരിയാത്ത മനുഷ്യന്മാർ. എന്താ എൻ്റെ റബ്ബ് എന്നോട് പറയുന്നത്? എൻ്റെ അള്ളാഹ് എന്നോട് എന്താ സംസാരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതറിയുമ്പം, അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം, അതിൻ്റെ ഒരു ലബ്ധത്ത് കിട്ടുമ്പം പരിശുദ്ധ ഖുർആൻ രസകരമായി മാറും. രസകരമായി മാറും. ഖുർആനിൽ സൂറത്ത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്ത് സുമറിൽ ഒരു സംഭവം വരുന്നുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കഥ പറഞ്ഞു തരുമോ നബിയെ? നമുക്ക് കഥ പറഞ്ഞു തരുമോ? കാരണം റസൂലുള്ളാഹിക്ക് എന്ത് കിട്ടും? കഴിഞ്ഞു പോയ താരീഖ് ഇഷ്ടം പോലെ കിട്ടും. വഹീന്റെ അടിസ്ഥാനത്തിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയെല്ലാം പറഞ്ഞു കൊടുത്തില്ലേ? ഒരു കഥ പറഞ്ഞത് നബിയെ. അപ്പോഴാണ് സൂറത്ത് യൂസുഫ് ഇറങ്ങുന്നത്. അഹ്സനുൽ ഖസസ്, നല്ല മനോഹരമായ ചരിത്രം പറഞ്ഞു കൊടുത്തു. കഥയെല്ലാം കേട്ട് കുറച്ച് കഴിഞ്ഞപ്പം അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇനി ഒരു കഥ പറഞ്ഞു തരുമോ? കഥ കേൾക്കാൻ താല്പര്യം സ്വാഭാവികമല്ലേ? അള്ളാഹു ആയത്തിറക്കി. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹാ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء من عباده وهو أعلم بالمهتدين. കൃത്യമായിട്ട് പറഞ്ഞു. അള്ളാഹു ആ കൂട്ടത്തിൽ പഠിച്ച് അനുഗ്രഹിക്കട്ടെ. സഹാബാക്കൾ, നിങ്ങൾ പിന്നെയും കഥ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇറക്കി തന്ന ഈ സാധനം പോലെ രസിക്കാൻ നിങ്ങൾക്ക് ഇതുപോലെ അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും മനോഹരമായ വർത്താനമല്ലേ ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കി തന്നത്? തഖ്ശഇറു മിൻഹു, അത് കേൾക്കുമ്പം രോമാഞ്ചമുണ്ടാവണം. മുഅ്മിനീങ്ങൾക്ക് രോമണീച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബിൻ്റെ കലാമാണ്. എൻ്റെ റബ്ബ്, ഈ നാട്ടിൻ്റെ രാജാവ് വന്നിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തൊരു ഭവ്യതയില. പോട്ടെ, രാജാവ് പോട്ടെ, ആരാ? നമ്മളെ സതീശേട്ടൻ. ഏത് പ്രവാസികൾക്ക് എന്ത് സതീശൻ? ആ സമയത്തൊക്കെ നാട്ടിൽ വേണ്ടേ? എന്ത് രസമായിരുന്നു, എന്തൊരു ഹരായിരുന്നു. വന്ന് നമ്മൾ മുമ്പ് സംസാരിക്കുമ്പോൾ എന്തൊരു ആദരവാണ്, എന്തൊരു ഭവ്യതയാണ്. സി എമ്മിൻ്റെ വാക്കാണ്, സി എമ്മിൻ്റെ വരവാണ്.
CM-ൻ്റെ കസേരയാണ്, CM-ൻ്റെ ഓഫീസാണ്. അള്ളാഹു പറഞ്ഞെന്താ അറിയോ? കിതാബൻ മുതശാബിഹൻ മഥാനി. അള്ളാഹു നിങ്ങൾക്ക് അതിമനോഹരമായ വാർത്തയല്ലേ തന്നത്? നിങ്ങളെ റബ്ബിൻ്റെ സംസാരം തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. റബ്ബിനെ പേടിക്കുന്നവർക്കത് കേൾക്കുമ്പം രോമാഞ്ചം വരണം, അവരുടെ ഹൃദയം ഇങ്ങനെ പടക്കണം, അവർക്ക് അതിങ്ങനെ ലയിച്ച് ആസ്വദിച്ച് രസിച്ച് നിൽക്കാൻ പറ്റണം. നിസ്കാരത്തിൻ്റെ ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവർ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. എന്താ ഖുശൂ? നമ്മൾ മനസ്സിലാക്കി ഖുശൂ എന്താ അറിയോ? ചില ആൾക്കാർ കൈകെട്ടുന്നുണ്ടില്ല, അല്ലാഹു അക്ബർ, അത് ഒരുതരം കോമാളിയുടെ കെട്ടാണ്. അങ്ങനത്തെ ഇസ്ലാമിലില്ല. ആ കെട്ട് ഇസ്ലാമിലില്ല. കയറിയിട്ട് അല്ലാഹു അക്ബർ കെട്ടിയാൽ മതി. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വിട്ട് പരിസരത്തു നിന്നെല്ലാം മാറി ഏതോ ഒരു ലോകത്തേക്ക് ഇതാ നമ്മൾ പോവുകയാണ് എന്നുള്ള നിസ്കാരം. പരിസരബോധമില്ലാതെ അപ്പുറത്തിപ്പം നടക്കുന്ന ഒന്നും അറിയാണ്ട് അങ്ങനത്തെ നിസ്കാരം ഇസ്ലാമിലില്ല. ഖുശൂ എന്ന് പറഞ്ഞാൽ ഹൃദയ സാന്നിധ്യമാണ്, ഹദാറത്തുൽ ഖൽബ്. ഞാൻ നിസ്കരിക്കാന്നുള്ള ബോധം. ഖിയാമിലാണ് ഇപ്പം ഞാൻ, റുക്കൂഇലാണ് ഞാൻ, ഇപ്പോൾ സുജൂദിലാണ്, ആ ബോധം. സാധാരണ നമ്മൾ ആമീൻ പറയില്ല എപ്പോഴാണ്? വലതാലും കേട്ടല്ല, ഫാത്തിഹ തീർന്നാലല്ല. പക്ഷെ ആമീൻ പറയേണ്ടപ്പോഴാണ്? ഫാത്തിഹ തീർന്നാല, വലതാലും കേട്ടാലല്ല. കാരണം ഖുർആനിൽ വേറെ വലതാലിനുണ്ട്, ചിലപ്പോൾ അത് കേട്ടാലും പറഞ്ഞു പോകും. നോമ്പ് പറഞ്ഞ് നല്ല മന്തിയെല്ലാം വിളമ്പി നല്ല മട്ടനും ചിക്കനെല്ലാം തിന്ന് വയറ് നിറച്ചിട്ട് തറാവീന് പോയതാ മൂപ്പർ. വലദ്ദാലീൻ ആമീൻ. പിന്നെ ഇമാം സൂറത്ത് തുടങ്ങി. നമ്മളെത്തി എടല്ലോ എത്തി. നമ്മളിങ്ങനെ പല സ്ഥലത്ത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ പറയും ഇന്നഹു കാന മിനദ്ദാലീൻ ആമീൻ. ഞാൻ പറയും ഇതാ ഖുശൂ ഇല്ലാത്ത നിസ്കാരം, ഇതാ ഖുശൂ ഇല്ലാത്ത നിസ്കാരം. ഫാത്തിഹ തീരുന്ന നമ്മൾ അറിയണം, ഓതുന്ന സൂറത്ത് നമ്മൾ അറിയണം, അതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കണം. അതിൻ്റെ പേരാ ഖുശൂ. പഠിക്കേണ്ട ഈ സാധനം കിട്ടൂല പ്രിയപ്പെട്ടവരെ. എന്തിനാ നമ്മൾ ഈ സമയത്ത് രാവിലെ ഇപ്പം 4 മണിക്കല്ലേ ജോലിക്ക് വന്ന് അല്ലേ? എന്താ പറയുക, ഞാൻ ഇന്ന് 4 മണിക്കില്ല പോയി, ഞാൻ ഒരു 9 മണിയാകുമ്പോൾ പോയിക്കോളാം, എന്തായാലും പറയാത്തത്? നമ്മളെ മനുഷ്യത്താണത്. അധ്വാനിക്കണം, എന്നാലേ കിട്ടുള്ളൂ. 2 ദിവസം അങ്ങനെ പോയിട്ട് 3-ാം ദിവസം ബോസ് വിളിച്ചു, എന്താ ഭായി വരുന്നില്ലല്ലോ? എനിക്കൊന്നും വരാൻ കഴിയില്ല, ഭയങ്കര ചൂട്, ശരിയില്ല. ബോസ് എന്താ പറയുക? മാഷാ അല്ലാ, നാട്ടിലേക്ക് വിട്ടോടി, നീ പോയിക്കോടി, ഇനി വരികയേ വേണ്ട. നമുക്കെല്ലാം മനസ്സിലായോ പറയുമ്പോൾ? റബ്ബിൻ്റെ കലാമ് വെറുതെ വന്ന് കൽബിലേക്ക് ഇറങ്ങുമോ? വെറുതെ ഇറങ്ങുമോ? ഇല്ല. പരിശ്രമിക്കണം, പഠിക്കന്നെ വേണം. അഹ്സനുൽ ഹദീസ്, ആ ഒരു രസം കൈകെട്ടി. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് തഹജ്ജുദ് എണീക്കാൻ പറ്റാത്തത്? അള്ളാഹു എന്നെ നിങ്ങളെയും തഹജ്ജുദുകാരാക്കട്ടെ, രാത്രി നിസ്കരിക്കുന്നവർ. നമുക്ക് ഈ സാധനം കൽബിലുണ്ടെങ്കിലുണ്ടല്ലോ, തതജാഫ ജുനൂബുഹും അനിൽ മദാജിഅ, പറിച്ചെടുക്കും നമ്മളെ നഫ്സിനെ. ഇപ്പം 3:10 ഇപ്പം ബാങ്ക്, ഇവൻ 2 മണിക്കാണ് കടന്നിട്ടുണ്ടാവുക ജോലിയെല്ലാം കഴിഞ്ഞിട്ട്. 3 മണിയാകുമ്പം ഓൻ്റെ ശരീരത്തെ ഓൻ അടർത്തിയെടുത്തിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ ഓനെ പിടിച്ച് വലിച്ച് എണീപ്പിച്ചിരിക്കും. ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ മുസഫ് കൈമിലുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ثم تلين جلودهم وقلوبهم إلى ذكر الله. ഖുർആൻ ആയത്തിലൂടെ സംസാരിക്കുമ്പം അവൻ മൊത്തത്തിൽ അവൻ്റെ റബ്ബുൽ ഇസ്സത്തിൻ്റെ മുന്നിൽ വിനയാന്വിതനാവും, അടിമയാവും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത് അങ്ങനെയായിരുന്നു. ഒരു റക്അത്തിൽ എത്ര ഓതിയത്? അബൂ മൂസ അശ്അരി ഇല്ല സഹാബി, ബാക്കി പോയിട്ട് കൈകെട്ടി റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ കഴിഞ്ഞു, ബഖറ ഓതി. റസൂലുള്ളാഹിൻ്റെ ഒത്തങ്ങനെ നമ്മളതുപോലെ റഹ്മത്തിൻ്റെ ആയത്ത് വരുമ്പോൾ റഹ്മത്ത് ചോദിക്കും, അദാബിൻ്റെ ആയത്ത് വരുമ്പം കാവൽ തേടും, സ്വർഗത്തിൻ്റെ ആയത്ത് വരുമ്പോൾ സ്വർഗം ചോദിക്കും, നരകത്തിൻ്റെ വരും നരകത്തിൽ നിന്ന് കാവൽ തേടും. ബഖറ കഴിഞ്ഞു, അടുത്ത സൂറത്ത് ഏതാ? ആൽ ഇംറാൻ തുടങ്ങി. ബഖറ എത്ര ജ്യൂസുണ്ട്? ഏകദേശം 2.5 ജ്യൂസുണ്ട്. പിന്നെ ആൽ ഇംറാൻ തുടങ്ങി. സഹാബി പറയാണ്, ഞാൻ വിചാരിച്ചു ഇപ്പം തീരുമെന്ന്. ആൽ ഇംറാൻ കഴിഞ്ഞു, മാഇദ തുടങ്ങി. ഒരു റിവായത്തിൽ നിസാഗ് തുടങ്ങി, അതും കഴിഞ്ഞു. മാഇദ തുടങ്ങി. ഏകദേശം 5 ജ്യൂസുമായി 1-ാമത്തെ റക്അത്ത്. നമുക്കെല്ലാം സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? ഈ നിസ്കരിച്ച ആരെന്നറിയോ? അന അവ്വലു മൻ അത്റുഖു ബാബൽ ജന്ന എന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞാനാണ് സ്വർഗത്തിൻ്റെ വാതിൽ ആദ്യമായി മുട്ടുക എന്ന് പറഞ്ഞ പ്രവാചകൻ. അവിടെയുണ്ട് ആദം, ഉപ്പ ആദം അവിടെയുണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം അവിടെയുണ്ട്. 950 കൊല്ലം തൗഹീദ് പ്രസംഗിച്ച നൂഹ് നബി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ആരെ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അകത്തേക്ക് അനുവാദമില്ല, നമ്മുടെ നബി വരണം. വാതിൽ മുട്ടും. ആരാത്? അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. ഓഹോ ബിക ഉമിർത്, നിങ്ങൾ വന്നാലേ തുറക്കാൻ പാടുള്ളൂ എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തുറക്കും, ആദ്യം പോവും, പിന്നെയാണ് ഉപ്പാദം അങ്ങോട്ട് പോവുക. ആ നബി ആ ഒറ്റ റക്അത്തിൽ 5 ജുസ് ഓതി നിസ്കരിച്ചത്. നമുക്കൊരു 2 പേജ് ഓതുമ്പോൾ കാലുവേദനയായി, ക്ഷീണായി. നമ്മൾ ചോദിക്കും, ഇങ്ങനത്തെ നിസ്കാരമൊന്നുമില്ലപ്പാ, ഇങ്ങനത്തെ നിസ്കാരമൊന്നുമില്ല, പിന്നെ ഇങ്ങനെയുണ്ട് വെറുതെ ശരീരത്തിനെ ക്ഷീണിപ്പിച്ചിട്ട് നിസ്കാരം? ഇത് ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ക്ഷീണമല്ല. നമ്മൾ കൈകെട്ടി നിൽക്കണം, പാതിരാക്കണീച്ച് നിൽക്കണം, രോമാഞ്ചം വരണം, ഉടമസ്ഥൻ്റെ മുന്നിൽ വിധേയനായിട്ട് അടിമയായിട്ടങ്ങ് വീഴണം. അതാ ഖുർആൻ ഉണ്ടാക്കേണ്ട മാറ്റം. അള്ളാഹു നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിനെ അങ്ങനെ അറിയാനും അതിലൊരു രസം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ, ഇപ്പം നമ്മളെ മുസ്ലിം മക്കളുടെ അവസ്ഥ എന്താണെന്നറിയോ? നാട്ടിലെ കഥ പറയാണ് ഞാൻ. ഈ ഇടയ്ക്ക് ഞാൻ +1 +2 ക്ലാസ്സുകൾക്ക് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോയി, 5-6 മാസം. സുബ്ഹാനല്ലാഹ്, അവതാളത്തിലാണ്. അപകടകരമായ പോക്കാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ. +1 എന്ന് പറയുമ്പോൾ എത്ര വയസ്സായി? 16 വയസ്സായി. പ്രായപൂർത്തിയായ മക്കളാണ്. അവർക്ക് എനിക്കിത് ശരിയാവില്ലപ്പാ, ഇത് ഖുർആൻ നമുക്ക് ഒരു ലോജിക്ക് കിട്ടുന്നില്ല. പിള്ളേർ പറയാൻ ഇതെന്തെന്ന്, ഇത് ഇങ്ങനെ എന്തല്ലോ. നമുക്ക് നമ്മളെ ഈ പുതിയ തലമുറയ്ക്ക് വൈബിൻ്റെ ആൾക്കാരല്ലേ, പിന്നെന്താണ് പുതിയ കുറേ വാക്കുകളില്ലേ, ന്യൂജൻ. നമ്മളെ വൈബിന് ചേർന്ന് പരിപാടിയല്ല ഇത്. മുസ്ലിം മക്കൾ, മുസ്ലിം തറവാട്ടിലുള്ളവർ ഖുർആനെ തള്ളിക്കളയാൻ തുടങ്ങിയിരിക്കുന്നു. മാതാപിതാക്കൾ സഹായികളായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? ഇതല്ലേ സത്യം? ജോണി എസ് പപ്പ എന്താണ് അതിപ്പോഴത്തെ അല്ലല്ലേ, കുറേ പഴകി. ഇപ്പം പുതിയ പാട്ടെന്താ? LKG പഠിക്കുന്ന പിള്ളേർ അടുക്കളയിൽ നിന്നിട്ട് ഇങ്ങനെ പാടുന്നു, ജോണി എസ് പപ്പ. നല്ല ബ്രിട്ടീഷുകാരൻ സായിപ്പ് പറയുമ്പോഴത്തെ മഹ്റജൊക്കെ ഇംഗ്ലീഷിൽ. അപ്പോൾ ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, ബഹ്റൈൻ നിർത്തിയിട്ട് പോയതാ ഉമ്മ. ഉപ്പേടുണ്ട്. ഉമ്മ അടുക്കളയിൽ നിന്ന് അൽഹംദുലില്ലാഹ്, ആ 10,000 റുപ്യ മാസം കൊടുത്താലെന്താ? ചെക്കൻ്റെ ആ മഹ്റജ്, ഇംഗ്ലീഷിൻ്റെ അൽഫബറ്റിൻ്റെ മഹ്റജെല്ലാം എന്തൊരു ക്ലിയറാണ്, മാഷാ അല്ലാഹ്. അപ്പം തന്നെ വിളിച്ചു ഇക്കാക്കൊക്കെ ബഹ്റൈനിലേക്ക്. പിന്നെ ഇക്കാ സംഭവം കച്ചവടമൊന്നുമല്ല കേട്ടോ, ആൾക്കാരെന്തൊക്കെ പറഞ്ഞാലും സ്കൂൾ സൂപ്പറാണ്. എന്താടി മോള് പാടുന്ന കുട്ടികൾ ജോണി എന്നെല്ലാം പറയുമ്പോൾ സായിപ്പ് മദാമ പറയുന്ന പോലെയുണ്ട്. ഭയങ്കര റാഹത്ത്, കൽബിന് ഭയങ്കര റാഹത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ അക്ഷരം ഈ മക്കൾക്ക് നേരെ ചൊവ്വെ പറയാനാവില്ല. സംഗതി അറിയാം, കലിമത്തു ഷഹാദ ഉച്ചരിക്കാൻ അറിയില്ല മുസ്ലിം തറവാട്ടിലെ മക്കൾക്ക്. പരിശുദ്ധ ഖുർആനിന്റെ ബിസ്മില്ലാഹി എന്ന് പറയാൻ പഠിച്ചിട്ടില്ല. മാതാപിതാക്കൾ ഇംഗ്ലീഷിന്റെ അക്ഷരമാല പഠിപ്പിക്കുന്ന തിരക്കിലായി ലക്ഷങ്ങളായി ചെലവഴിച്ചു. സ്കൂൾ എക്സാം വന്നാലും മദ്രസ ഓഫാക്കുന്ന ടീമല്ലേ നമ്മള്? അതൊരു സത്യമല്ലേ? അതൊരു സത്യമല്ലേ? സ്കൂളിന്റെ എക്സാമാണ്, മദ്രസയില്ല ഓഫ്. കാരണം ഖുർആൻ പഠിക്കാനല്ലേപ്പാ, വലുതാകുമ്പോൾ പഠിച്ചോളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എനിക്ക് പറയാനേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആൻ 2 നമ്പർ ആക്കില്ലേ? وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നല്ലേ പറഞ്ഞു, എന്റെ ഉമ്മത്തി ഖുർആനെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു റബ്ബേ. എത്ര സങ്കടത്തിലാ പറയുന്നുണ്ടാവുക, എന്തൊരു വിഷമം ഉണ്ടാവും റസൂലുള്ളാഹിക്ക്. 23 കൊല്ലം കൊണ്ട് അടിയും ഇടിയും തൊഴിയും കാർക്കിച്ചു തുപ്പല് വരെ അള്ളാന്റെ പുണ്യപ്രവാചകൻ ഏറ്റുവാങ്ങിയത് കൈമത്തരാൻ. നമുക്കിത് 2 നമ്പറാണ്. അപ്പൊ ഇന്നെ പഠിച്ചോളൂ. മദ്രസയിലെ ഫീസ് ചോദിച്ചാലോ എന്താ പറയാ? നിങ്ങളല്ല കേട്ടോ,
കുറ്റപ്പെടുത്താന്ന് വിചാരിക്കല്ലേ. മൊത്തം ഞാൻ നാട്ടിൽ നിന്ന് വന്നാളെന്നുകൊണ്ട് പറയാം. ഫീസ് ചോദിച്ചാൽ മുമ്പ് എവിടെയും പോകുന്നില്ലപ്പാ, തരും. ഓ, ഒരു 50 റുപ്യ അല്ലേ, ഇവിടെയെല്ലാം കണ്ടാൽ തോന്നുന്നു 5000 റുപ്യ ഉണ്ട്. മദ്രസ സദറിനോട് പറയാം. സ്കൂളിൽ നിന്ന് വിളിച്ചാലോ, സോറി മാം, സോറി മാം. നിരപ്പത്തി ഒരു ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ്, യൂട്ടേൺ എടുത്ത് ഓഫീസിൽ, പിന്നെ സ്കൂളിലെ ഓഫീസിലെത്തി. എത്ര മാം? 10,000. ഇപ്പം മറ്റേ GP ഉണ്ടല്ലോ, ഖലാസ്. എന്തുകൊണ്ടത്? വല്ലാഹി വല്ലാഹി ഖുർആൻ 2ാം നമ്പർ ആക്കിയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഖുർആൻ മുസ്ലിം ഉമ്മത്തിന് 1ാം നമ്പറായേ പറ്റൂ. ഇത് അല്ലാഹു റസൂൽ വെറുതെ പറഞ്ഞതാ, അഹ്ലുല്ലാഹി വഖാസത്തു. അതൊന്ന് കൊതിക്കണ്ടേ? ശരിയാ. ഒരു മക്കൾ പറഞ്ഞു, മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. നമ്മൾ തൗഹീദ് പറയുമ്പോൾ മാത്രം ഓതിയ ആയത്തല്ലേ. എന്തുകൊണ്ട് ആൾക്കാർ ജാറത്ത് പോകുന്നത്? അള്ളാഹിനെ അറിഞ്ഞിട്ടില്ല. ശരിയാണ്. എന്തുകൊണ്ടാണ് ഉൾക്കെട്ടുന്നത്? ഞാനിപ്പോൾ ഹജ്ജ് കഴിഞ്ഞിട്ട് വരുമ്പം ബസ്സിൽ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി ബസ് പോകുമല്ലോ, ഒരു മൂലാർക്കൻ്റെ അടുത്തുണ്ട്. മൂപ്പര് ബസ്സൊന്ന് ആടിയപ്പോൾ ഒന്ന് ആഞ്ഞു പിടിച്ചു, കുപ്പായം പൊന്തിയപ്പോൾ 3 ഉറുക്ക് അരയിൽ. 3 ഉറുക്ക് എവിടുന്നാ വരുന്നത്? അറഫയും കഴിഞ്ഞിട്ട്. ദൗമത്തിൻ്റെ അവസ്ഥ. മാ ഖദറുല്ലാഹ്. എങ്കിൽ പരിശുദ്ധ ഖുർആൻ 2ാം നമ്പർ എന്തുകൊണ്ടാണെന്നറിയോ? മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. എന്താ വാക്കിനർത്ഥം? മാ ഖദറു. പറഞ്ഞോളേ. കണക്കാ അറിഞ്ഞിട്ടില്ല എന്നല്ല, ഖദർ കൊടുത്തിട്ടില്ല. അള്ളാഹ് കൊടുക്കേണ്ട ഖദർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അള്ളാഹിൻ്റെ കലാമിനും ഖദറില്ല. നമ്മൾ ദുആ ചെയ്യുന്ന, അല്ലാഹുവേ മുസ്ലിം ഉമ്മത്തിനെ കാക്കണേ, രക്ഷിക്കണേ, അങ്ങനാക്കണേ, ഇങ്ങനാക്കണേനോ. ഔഫു ബി അഹ്ദി ഊഫി ബി അഹ്ദിക്കും. ഇങ്ങോട്ടുള്ള കരാർ പൂർത്തിയാക്ക്, ഞാൻ അങ്ങോട്ട് പൂർത്തിയാക്കി തരാം. ഖുർആൻ പോലും ഓതാൻ പോലും അറിയില്ല, ഞാനതിനെ പൂർത്തിയാക്കാനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ബഹ്റൈനിൽ ജോലിക്ക് വന്നവരാണ്, ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെടുന്ന. അള്ളാഹു വാരിക്കോരി എല്ലാവർക്കും തരട്ടെ, ഇഷ്ടം പോലെ തരട്ടെ. വേണം ദുനിയാവ് നമ്മളെ കൈമേൽ വേണം. അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവാക്കാൻ, പാവങ്ങളെ സഹായിക്കാൻ, ദീനിനെ സഹായിക്കാൻ. അള്ളാഹോട് നല്ലോണം ചോദിച്ചോളി, നല്ലോണം ചോദിച്ചോളി. ചോദിക്കുമ്പോൾ എന്ത് തോന്നരുത്, ഞാൻ അള്ളാഹുവേ എനിക്കൊരു BM അല്ല, അതിനാണ് വലിയ കാർ ഏതാ? റോൾസ് റോയ്സ്. അള്ളാഹുവേ ഒരു റോൾസ് റോയ്സ്. അപ്പോൾ അടുത്തിരിക്കുന്ന ചങ്ങായി ചോദിക്കും, എന്താ എനിക്കാൻ? അവിടെ ചോദിക്കുമ്പോൾ ഒരു ബോധം വേണ്ട. ഒരു ടൊയാട്ടൻ്റെ ഏതാ സാധാരണ ഓടിക്കുന്ന കാറ്? ടൊയാട്ട ചോദിച്ചാൽ പോലെ നീ റോൾസ് റോയ്സ്. അത് നിന്നോടല്ലല്ലോ വൈ ചോദിച്ചേ, റബ്ബുൽ ആലമീനോടാണ്. വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്. അങ്ങനെ ചോദിക്കണം. എൻ്റെ റബ്ബിന് ഒരു സെക്കൻഡ് വേണ്ട. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഞാൻ നാളെ ക്ലാസ് എടുക്കാൻ വരുത്തി ചിലപ്പോൾ റോസ്ലോസിലായിരിക്കും. കാരണം എൻ്റെ റബ്ബിനെ കഴിയും. അങ്ങനെ ചോദിക്കണം അള്ളാഹിനോട്. പുര ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കണം? പുര അള്ളാഹുവേ, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ 3 മക്കൾ, ഒരു 2 ബെഡ്റൂം, ഒരു ചെറിയ കിച്ചൺ, ഒരു ചെറിയ ഹാൾ, അതെങ്കിലും താള്ള എന്തിനുമായി കുറക്കുന്നത്? അല്ല എല്ലാം ഉള്ളവരല്ലേ, വലിയ വില ചോദിക്കും. 3 തൊട്ടുള്ള വില ചോദിക്കും. അപ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തിനാ പോയി എന്ന് എനിക്കറിയാം, വലിയ വില വേണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, എന്നാൽ നമ്മൾ കുറേ ചോദിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹിൻ്റെ അടുത്ത് അതിനേക്കാളുണ്ട്. നിങ്ങൾ കുറേ ചോദിച്ചാൽ അള്ളാഹിൻ്റെ അടുത്ത് അതിനേക്കാളുണ്ട്. ചോദ്യം കുറയ്ക്കരുത്. ദുനിയാവ് അള്ളാഹു തരട്ടെ, ഭാര്യക്കോരി തരട്ടെ, ആഖിറം മറക്കാൻ പാടില്ല. അതിൻ്റെ മുകളിൽ ദീൻ ഉണ്ടാവണം, അതിൻ്റെ മുകളിൽ ആഖിറം ഉണ്ടാവണം, അതിൻ്റെ മുകളിൽ ഖുർആൻ ഉണ്ടാവണം. ഈ സെൻറ്ററും ക്ലാസ്സുകളും ഇതിൻ്റെ പരിപാടികളൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇപ്പം നമുക്ക് എന്താ കിട്ടാനുണ്ട്? ഇപ്പം ഇവിടെ ആരെങ്കിലും മെസ്സേജിൽ ഇന്ന് രാത്രി പിന്നെ മട്ടൻ പന്തി ഉണ്ട്, ബുഖാരി ഉണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഒരു ക്ലാസ് ഉണ്ട്. അല്ലാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ഇവിടെ എത്തിച്ചത് എന്താ അറിയോ? ഇതിൻ്റെ ഉള്ളിലുള്ള ഖുർആനിനോട്, റബ്ബിനോടുള്ള ഇഷ്ടമാണ്. അതുണ്ടെന്ന് ഉറപ്പായി. നൂതി കത്തിച്ചവൻ രക്ഷപ്പെട്ടു. ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായി. അല്ലാണ്ട് വരാൻ കഴിയില്ല. ഇതെന്താ കിട്ടാനുള്ളത്? യൂസുഫ് ഖാനെ ചായ കിട്ടി, അള്ളാഹു ബർക്കത്ത് ചെയ്ത് നോക്കട്ടെ. ബിസ്ക്കറ്റും കിട്ടി, അൽഹംദുലില്ലാ. വേറൊന്നുമില്ല. പക്ഷേ തെളിയിച്ചെന്താ അറിയാം അള്ളാഹുവിനോട്? അതാണ് ഷഹാദ. എല്ലാ ഉള്ളിലുണ്ട്, ഞാനിതാ പോവാണ്, ഇനി എന്നെ ഒന്ന് കത്തിച്ചെന്നേക്കണേ. അള്ളാഹു കത്തിച്ച് തന്നാൽ കത്തി, രക്ഷപ്പെട്ടു. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. 3 കാര്യം ശ്രദ്ധിക്കണം. കാരണം അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ തിലാവതി. സമയായ ഏകദേശം എത്ര മിനിറ്റ് വരെ?
കാരണം ചിലപ്പോൾ അടുത്ത ക്ലാസ്സൊക്കെ നിങ്ങൾ പറയും അയാൾ കുറേ പറയുന്നപ്പോൾ ഇത് പോയാൽ ശരിയല്ല. 9 മണി ഇൻഷാ അല്ലാഹ്. അള്ളാഹു പറഞ്ഞു അല്ലദീന ആതൈനാഹുമുൽ കിതാബ്, നാം കിതാബ് കൊടുത്ത കൂട്ടർ നമ്മൾ, യത്ലൂനഹു ഹഖ്ഖ തിലാവതി, അവരതിനെ ഓതണ്ട പോലെ ഓതുന്നവരാണ്. ഉലൈക യുഅ്മിനൂന ബി, അവരാണ് ആ ഖുർആൻ വിശ്വസിച്ചവർ, അവരാണ് ഖുർആനിനെ അംഗീകരിച്ചവർ, ഖുർആനുള്ള ഹക്ക് പൂർത്തിയാക്കിയവർ. ഹഖ്ഖ തിലാവതി എന്ന വാക്കിന് 3 അർത്ഥങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. 1, ഖുർആനിനെ സ്വീകരിക്കേണ്ട പോലെ സ്വീകരിച്ചവർ. 1, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാൻ പഠിച്ചവർ. നമുക്ക് തോന്നിയ പോലെ ഖുർആൻ ഓതിക്കൂടാ, കാരണം അള്ളാഹിൻ്റെ കലാമാണ്. ജിബ്രീൽ അയച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി പഠിപ്പിച്ച സാധനമാണ്. എല്ലാ റമദാനിലും വരും, റസൂലുള്ളാഹിനെ കൊണ്ട് ഓതിപ്പിക്കും, തെറ്റ് തിരുത്തി കൊടുക്കും. അവസാനത്തെ റമദാനിൽ 2 പ്രാവശ്യം വന്നു, അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് ഓതിപ്പിച്ചു. അപ്പോൾ എന്ത് മനസ്സിലായി? നമുക്ക് തോന്നിയ പോലെ ഓതിക്കൂടാ, നമ്മളിലേക്ക് വന്ന റിവായത്തനുസരിച്ച് ജിബ്രീൽ പഠിപ്പിച്ച പോലെ ഖുർആൻ ഓതണം. അപ്പോൾ പഠിക്കണം. ഖുർആൻ ഓതാൻ പഠിക്കാൻ 3 കാര്യം ശ്രദ്ധിക്കണം. 1, മഖാരിജുൽ ഹുറൂഫ്. നമ്മുടെ ശൈത്താൻ പറ്റിച്ചെവിടാണ്? ഖുർആൻ ഓതാൻ പഠിക്കേണ്ടത് ആരാ? മൗലവിമാർ, ക്ലാസ് എടുക്കുന്ന ആൾക്കാർ. നമുക്കെങ്ങനെ ഓതാം? മൗലവിമാർക്കൊക്കെ ശരിക്കും ഓതണം, അത് പറ്റൂല. ഖുർആനിൻ്റെ ഓരോ വക്താവും തിലാവത്ത് പഠിക്കണം. 1, മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ മഖ്റജുകൾ. കാരണം അക്ഷരം മാറിയാൽ അറബിയിൽ അർത്ഥം മാറും. ഇപ്പം എത്ര ആള് അൽഹംദുലില്ലാഹി പറയുന്നുണ്ടാവുന്ന അറിയാം. ഉദാഹരണം പറയാം, അൽഹംദുലില്ലാഹി. ഇപ്പം തന്നെ നമ്മൾ ഈ ആയത്ത് ഓതിപ്പിച്ചാൽ, സൂറത്തുൽ ഫാത്തിഹയുടെ 1-ാമത്തെ ആയത്ത് ഓതിപ്പിച്ചാൽ പലരും പറയുന്നത് എന്തായിരിക്കും? അൽഹംദുലില്ലാഹി. എന്താ അർത്ഥം അൽഹംദു? ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? ഹമദ, നാശം, സ്തുതിയല്ല. അതാണ് പറഞ്ഞത്, നാശം, തകർച്ച. സ്തുതിയത അൽഹംദു. ഹാ മാറി, ഹാ ഇപ്പം അർത്ഥം മാറിയ കണ്ടോ? ഇവൻ കൈകെട്ടിട്ട് പറയാൻ അൽഹംദുലില്ലാ, എല്ലാ നാശവും തകർച്ചയും അല്ലാഹുവിനാകുന്നു. മഅനല്ലാഹ്. ഇത്ര ബോധമില്ലാത്തൊരാവാൻ പറ്റുമോ? അടിമ, അള്ളാൻ്റെ അടിമ. പഠിച്ചേ പറ്റൂ. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. എന്താർത്ഥം? അള്ളാഹു എല്ലാത്തിനെയും സൃഷ്ടാവാകും. ഖാൻ്റെ പുള്ളി മാറിയാലോ? എന്താ ഖാലിഖിൻ്റെ അർത്ഥം? ബാർബർ. മഅദല്ലാഹ്, മഅദല്ലാഹ്. അപ്പോൾ അള്ളാഹു എല്ലാവരുടെയും ബാബറാകുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അള്ളാഹിനെ പറ്റി അങ്ങനെ പറഞ്ഞൂടാ. ഈമാനെ ബാധിക്കുന്ന വാക്കാത്. ഒറ്റ അക്ഷരം മാറിയിട്ടേ ഉള്ളൂ, അർത്ഥം മാറി. അതുകൊണ്ട് മഖ്റജ് പഠിക്കൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, അക്ഷരങ്ങളുടെ മഖ്റജ് പഠിക്കൽ മുസ്ലിമീങ്ങൾക്ക് വാജിബുൻ ഐനിയ, ഫർദ് ഐന, പഠിച്ചേ പറ്റുള്ളൂ. ഏത് വയസ്സിൽ? ശൈത്താൻ അവിടെ നമ്മളെ പിടിക്കാട്ടോ. എത്ര വയസ്സായിടാ? 50 വയസ്സായി. അടേ ഇപ്പം ഞാൻ പോയിട്ട് പഠിക്കാൻ നിന്നാൽ നാണക്കെടുപ്പം. കാരണം മോളെ കുഞ്ഞപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും, പേരക്കുട്ടി അപ്പുറത്തിരുന്ന് പഠിക്കുന്നുണ്ടാവും. ഇപ്പുറത്തെങ്ങനെ ഉപ്പാപ്പ ഒന്നിരിക്കാം? ഷൈത്താൻ്റെ പരിപാടിയാണ്, ഷൈത്താൻ്റെ പരിപാടിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹാഫിളായത് എത്രാമത്തെ വയസ്സിലാണ്? ഏകദേശം പറഞ്ഞോളി. 62-ാമത്തെ വയസ്സ്. കാരണം ആ വയസ്സായപ്പോഴല്ലേ കുറെ ഇറങ്ങി പൂർത്തിയാവുന്നു. 62. ഇത്ര വയസ്സ് 62 എന്ന് പറയുമ്പോൾ വയസ്സ് കുറയായില്ലേ? നമുക്കിപ്പോഴേ 80 ആയിട്ടുള്ളൂ. പക്ഷെ ഒരു നാണം. ഖുർആൻ ക്ലാസ് സംഘടിപ്പിച്ചു, എല്ലാവരും വന്നിരുന്നു. ഉസ്താദ് പറഞ്ഞു, ഓതിയ നീ ഓതി തുടങ്ങുമ്പോൾ തന്നെ തെറ്റ്, പിന്നെയും തെറ്റ്, പിന്നെയും തെറ്റ്. സ്വാഭാവികമായിട്ട് ചങ്ങായിമാരെന്ത് ചെയ്യും? നമ്മൾ തെറ്റ് കേൾക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കലാണോ നമ്മളെ സ്വഭാവം അനുസരിച്ച്? ഓഹോ, കണ്ടപ്പം വിചാരിച്ച് ഭയങ്കര ഖുർആൻ്റെ ആള്, ഇതാണല്ലേ അവസ്ഥ. ഇതൊക്കെ പറയാ. നമ്മളൊന്ന് കളിയാക്കും, ചിരിക്കും. പിറ്റേന്ന് രാവിലെ ഖുർആൻ്റെ ക്ലാസ്സിൻ്റെ മെസ്സേജ് വന്നു. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുക, മനസ്സിൽ നല്ല വെറുതെ പുള്ളക്ക് ചിരിക്കാനൊരു കാരണമായി ഞാൻ കോമാളിയാവും. ഇത് ഷൈത്താനാണ്, ഇത് ഷൈത്താനാണ്. ഇവിടെ എല്ലാ നാണക്കേട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉടമസ്ഥൻ പറയും നാളവൻ്റെ കോടതിയിൽ, ഇഖ്റ വർതഖി വറത്തിൽ
കമാ കുൻത തുറത്തിലുഹു ഫിദ്ദുനിയ. ഖുർആനോത്. റബ്ബ് പറയും ഇഖ്റ, ഖുർആനോത്. വർത്തഖി, ഇത് കയറിക്കോ, സ്വർഗത്തിൻ്റെ പടി ഇങ്ങനെ കയറിക്കോ. വറത്തിൽ, ദുനിയാവിൽ എങ്ങനെയാണ് ഓതിയത് അങ്ങനെ ഓദിക്കോ. നമുക്കാകെ എന്തേ ഉള്ളൂ, ഇന്നാത്തിന കൽക്കൗസർ. അതിൻ്റെ അപ്പുറത്തേക്ക് ഓതിയില്ല. ഇത്ര കൊല്ലായി സുന്നത്തിക്ക് ഇരിക്കുന്നു. ഫാത്തിഹ കഴിഞ്ഞ പാട് എന്താ വരിക നാവില്? ഉണ്ടല്ലോ അല്ല, ഉള്ള പോലെ പറഞ്ഞു. കുറച്ച് നല്ല തിരക്കുള്ള കച്ചവടക്കാരാണെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഇല്ലല്ലോ, ചെറുത് ഓതിയല്ലേ പറ്റൂ. ഇത്ര കൊല്ലായി പോയി. ഒരു ദിവസം ഒരക്ഷരം പഠിച്ചാൽ പോലെ. എത്രയുണ്ട് അക്ഷരങ്ങൾ അറബിയിൽ? 28. ശരിയല്ലേ? ഒരു ദിവസം ഒരക്ഷരം. ഒരു മാസം കൊണ്ട് മഖ്റജ് പഠിച്ചു കഴിഞ്ഞു. 24 മണിക്കൂറിൽ ഒരു മഖ്റജ് പഠിക്കാൻ 10 മിനിറ്റ് ആക്കി വെച്ചാൽ മതി. ഒരു മാസം കൊണ്ട് മഖ്റജ് കഴിഞ്ഞു. പക്ഷെ നമുക്ക് സമയം കിട്ടിയിട്ടില്ല, നമുക്ക് സമയം കിട്ടുന്നില്ല. തഫറഗ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറയുന്നു, ഇബ്ന ആദം, ആദമിന്റെ മോനെ, തഫറഗ്, സമയം ഒഴിവാക്കി എടുത്തോളൂ. ദുനിയാവിന് സമയം പ്രത്യേകിച്ച് കൊടുക്കണ്ട, ഞാൻ കതറാക്കി കിട്ടും. ഇതിനു വേണ്ടി നീ സമയം ഒഴിവാക്കി എടുത്തോളൂ. ഒന്ന് മഖ്റജ് പഠിക്കണം, ഇല്ലെങ്കിൽ വാക്ക് മാറും, തെറ്റും. രണ്ടാമത്തെ ശ്രദ്ധിക്കാനുള്ളത് ഹർക്കത്തുകൾ. ഹർക്കത്തുകൾ ഫത്ഹ് കസ്റ കാണുന്നറിയോ? അത് മാറിയാൽ അർത്ഥം മാറും. ഫായിലും മഫൂലൊക്കെ മാറിയാൽ എഴുന്നൂറ്റി. ഉദാഹരണത്തിന് ഇബ്രാഹീമ റബ്ബുഹു, ഇബ്രാഹീമ ഫത്ഹ് അല്ലേ, നസ്ബ്. റബ്ബു റഫ്ഉ ലം. പക്ഷെ അതിനാണ് ഇതിൻ്റെ അർത്ഥമുള്ളത്. ഒരാൾ ഓതുന്നു ഇബ്രാഹീമ റബ്ബുഹു, എന്താ അർത്ഥം? ഇബ്രാഹീമിനെ അദ്ദേഹത്തിൻ്റെ റബ്ബ് പരീക്ഷിച്ച സന്ദർഭം. ക്ലിയർ? ഒരാൾ ഓതി ഇബ്രാഹീമു റബ്ബഹു, അങ്ങോട്ട് ഇങ്ങോട്ട് മാറി. ഇബ്രാഹിം തൻ്റെ റബ്ബിനെ പരീക്ഷിച്ച സന്ദർഭം. നേരോട്ടെ. ഹർക്കത്ത് ശ്രദ്ധിക്കണം. 3 ഷദ് ശ്രദ്ധിക്കണം. ഇതാണ് പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത്. മഖ്റജ്, പിന്നെ ഈ പറഞ്ഞ ഹർക്കത്തുകൾ, പിന്നെ ഷദ്. ഷദ് എന്താ കാരണം? ഷദ് എന്ന് പറഞ്ഞാൽ 2 അക്ഷരമാണ്. ഉദാഹരണത്തിന് അമ്മ എന്നൊരുത്തം പറഞ്ഞാൽ അ അൻ മ, 2 അക്ഷരമാണ്. അത് ആദ്യം ന്യൂനുണ്ട്, ഇവ മണിച്ചിട്ടില്ലെങ്കിൽ ആ ന്യൂൻ പോയി. അപ്പൊ അള്ളാഹു പറഞ്ഞൊരക്ഷരം കളഞ്ഞിട്ട് ഓതിയ പോലെയായി, കുറ്റകരമാണ്. ഇത്രയേ ഉള്ളൂ. ഇത് 3 ക്ലിയർ ആക്കുക. ഒരു ദിവസം 10 മിനിറ്റ്, ഇത്ര തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെൻട്രലിലേക്ക് പിന്നെ ഷേഖിനെ പിന്നെ ഉസ്താദിനൊക്കെ വിളിക്കണം. ഉസ്താദ് എപ്പോഴാണ് ഖുർആൻ്റെ ക്ലാസ്, ഞാനും വരുന്നത്. അതാ ശരിക്കും വേണ്ട നമ്മളെടുത്തുന്നത്. ഇത് നമ്മൾ മെസ്സേജ് അയച്ച് പിന്നെ ഫോൺ വിളിച്ച് വായി പഠിക്കുവായി. നമുക്കുള്ളതായത് ഖുർആൻ ഓതാൻ പഠിക്കലാണ് ഒന്ന്. രണ്ടാമത്തേത് ഖുർആൻ്റെ മാന പഠിക്കലാണ്. അർത്ഥം എന്താ എൻ്റെ റബ്ബിനോട് പറയുന്നത്. സൂറത്ത് യൂസുഫ് പഠിച്ചിട്ടുണ്ടോ? എന്തൊരു രസമെന്നറിയും. എന്തോ ഒരു രസമാണ് അള്ളാഹു ഇങ്ങനെ കഥ പറയുന്നത്. ഓരോ സീനും ഓരോ രംഗവും അതിൻ്റെ അർത്ഥം കേട്ട്. പ്രത്യേകിച്ച് ഗൾഫിൽ നമ്മളാ ഷെയ്ഖ് അനസില്ലേ, ഹഫിളഹുല്ലാഹു തആല, മൂപ്പര പള്ളിയിലൊക്കെ പോയി നിന്നാലുണ്ടല്ലോ, ഒന്നാമത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറും മൂപ്പര ആ സൗണ്ടിൽ. ബാക്കിയൊന്നും ഇങ്ങനെ ഒരു ഒഴുക്കാണ്. മാഷാ അല്ലാഹ്. ആ ഖുർആൻ്റെ അലയൊടികളിൽ ഇങ്ങനെ അർത്ഥം കിട്ടണം. എത്ര സൂറത്തുണ്ട്? ഏകദേശമല്ല, എത്ര സൂറത്തുണ്ട്? 114. ഒരു ദിവസം ഒരായത്ത്, ഒരാഴ്ചക്ക് ഒരായത്ത് പറ്റൂലേ? ഒരാഴ്ചക്ക് ഒരായത്തിൻ്റെ മഖ്റജ്, തജ്വീദും മഅനയും പിന്നെ തഫ്സീറും പറ്റൂലേ? നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എത്രയായിട്ടുണ്ടാവും? തീർന്നിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നൊരു ദിവസം വരാനുണ്ട്. സ്വന്തത്തെ ആക്ഷേപിക്കുന്ന, നിലവിളിക്കുന്ന, കരയുന്ന ദിവസം വരാനുണ്ട്. പക്ഷെ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മഅന തജ്വീദ്, മഅന തഫ്സീർ. ഈ ആയത്ത് എന്താണ്, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിലെന്താ റബ്ബ് പറയുന്നത്, അതും കൂടി മനസ്സിലാക്കിയാൽ പിന്നെ അമൽ ചെയ്യലാണ്. ഇത് 3 ചെയ്തവനാണ് ഹഖ്ഖ തിലാവതി, ഖുർആനിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിയവൻ. പഠിച്ചേ പറ്റും. അവിടെയല്ല ഖുർആൻ ഓതുന്നതിന് വരെ പുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര അധികം പറഞ്ഞത്. ഒരു ദിവസം ഒരായത്തെങ്കിലും ഓതാതെ നമുക്ക് കഴിഞ്ഞു പോയിക്കൂടാ. ഒരായത്തെങ്കിലും ഓതാതെ
റമദാനിന് ശേഷം ഖുർആൻ കൈകൊണ്ട് തൊടാത്ത എത്ര മുസ്ലിമീങ്ങളുണ്ടാവും അറിയാം. റമദാനിൽ ഫുൾ ഓതിയതാണ്, അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു ജുസ് പൂർത്തിയാക്കാത്ത മനുഷ്യന്മാർ എത്ര ഉണ്ടാവും അറിയോ? ശരിക്കും ഹത്തം തീർക്കേണ്ട എപ്പോഴാണ്? 30 ദിവസമല്ലേ, ഒരു മാസം കൊണ്ട് തീരണം. പക്ഷെ ഒരു ജുസ് വരെ പൂർത്തിയായിട്ടോതാത്ത മനുഷ്യന്മാരുണ്ടാവും. എന്താ നമ്മളെ ബന്ധം ഖുർആനോട്? എന്ത് വില നമുക്ക് നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കുന്നുള്ളത്? മാറണം പ്രിയപ്പെട്ടവരെ. ആഖിറത്തിൽ ഒറ്റയ്ക്കേ ഉണ്ടാവൂ, കൂടാനുണ്ടാവില്ല. ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ ഖലീഫയാണ്. അദ്ദേഹത്തിന് സ്വഭാവം അറിയാമല്ലോ, ഇങ്ങനെ കറങ്ങലല്ലേ, ആൾക്കാരെ നോക്കിയിട്ട് എന്താണ് അന്വേഷിച്ചിട്ട്. അപ്പോൾ ഒരു കൂടാരത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ കരയുന്നു. അടുത്ത് ചെന്നപ്പം ഒരു പെണ്ണുങ്ങൾ അടുപ്പിൽ കുടുക്ക വെച്ചിട്ട് ഇങ്ങനെ ആൾക്കിക്കൊണ്ടിരിക്കുന്നു. മക്കൾ ഭയങ്കര കരച്ചിൽ. മാറി നിന്ന് സലാം പറഞ്ഞു, യാ മച്ചല്ലാ, മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് ഉറക്കിക്കൂടെ, എന്താ ഇങ്ങനെ കരയുന്നത്? ഒന്നുമില്ല കൊടുക്കാൻ, അങ്ങനെ കൊടുക്കണ്ട്. പിന്നെ നീ എന്താ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ മക്കളെ തോന്നിപ്പിക്കാണ് ഉമ്മ എന്തോ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നി മക്കൾ എന്ത് ചെയ്യും? ആ പ്രതീക്ഷയിൽ ഇരുന്നിട്ട് അങ്ങ് ഉറങ്ങിപ്പോയിക്കോളും. എൻ്റെ നെഞ്ചത്ത് ആ വാക്ക് വന്നുകൊണ്ട്, അമീറാണ്, രാജാവാണ്, നെഞ്ചിലാകൊണ്ട്. ഉമർ ചോദിച്ചു, നിങ്ങളുടെ ഈ അവസ്ഥ? ആ പെണ്ണ് പറഞ്ഞു, ഉമർ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. ഉമർ ചോദിച്ചു, ഇതിൻ്റെ അവസ്ഥ ഉമർ എങ്ങനെ അറിയാനാണ്? ആ പെണ്ണ് ചോദിച്ച മറുപടി എന്താ അറിയും? എൻ്റെ അവസ്ഥ അറിയില്ലെങ്കിൽ പിന്നെ ഉമർ എന്തിനാ അമീറായത്? പിന്നെ ഉമർ എന്തിനാ ഖലീഫയായത് എന്നെ അറിയില്ലെങ്കിൽ? നെഞ്ചിലാകൊണ്ട് ഓടി ബൈത്തുൽ മാലിലേക്ക് സഞ്ചിയെടുത്തു. കുറച്ച് പാൽക്കട്ടി, നെയ്യ് ഇതെല്ലാം കൂടി എടുത്തു. ഇതെടുക്കുമ്പം അസ്ലം ഖാദിം ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, ഞാൻ എടുത്തോളാം, സേവകനാണ്. ഉമറിൻ്റെ തിരിച്ചുള്ള ചോദ്യം, അത്തഹ്മിലു വിസ്രി യൗമൽ ഖിയാമ, അസ്ലമേ നീ എൻ്റെ പാപഭാരം ആഖിറത്തിലേക്ക് എടുക്കുമോ? അസ്ലമിൻ്റെ മറുപടി, ലാ യാ അമീറുൽ മുഅ്മിനീൻ, ഞാൻ എടുക്കൂല, എന്നാൽ ഞാൻ എടുത്തോളാം. ഒരാളും നാളെ ആഖിറത്തിലുണ്ടാവില്ല, നമുക്ക് നമ്മൾ മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ്റെ അഹ്ലുകാരാവണം, പഠിക്കണം. ബഹ്റൈനിൽ അധ്വാനിക്കാൻ വന്നവരാണ്, പക്ഷെ അള്ളാഹു തന്ന ഈ സമയത്തിൻ്റെ ഒരു അല്പഭാഗം ഇതിനു വേണ്ടി മാറ്റണം. അള്ളാഹ്ക്ക് സമയം കൊടുത്താൽ തിരിച്ച് അള്ളാഹു ഇങ്ങോട്ട് വാരി കോരിത്തരും. ഇൻ തൻസുറുല്ലാഹ് യൻസുർക്കും, നിങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്ക്, തിരിച്ച് അള്ളാഹ് ഇങ്ങോട്ട് തരും. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ഒരു കണക്ഷൻ എപ്പോഴും നമ്മളുമായിട്ട് വേണം. എപ്പോഴാണ് ക്ലാസ്, എവിടെയാണ് ക്ലാസ്? നിങ്ങളൊക്കെ പല സ്ഥലത്തുള്ളവരായിരിക്കും. അവിടെ 2-3 ആൾക്കാരുണ്ടെങ്കിൽ പറയും, നമുക്ക് അങ്ങോട്ട് വരാം, നമ്മളവിടെ ഇരിക്കാം, ഒരു 10 മിനിറ്റ് ഖുർആൻ്റെ ക്ലാസ്. 10,000 ആളൊന്നും വേണ്ട, 2 ആൾ മതി, 1 ആൾ മതി. പക്ഷെ കാറും കൊണ്ട് വരണം, വാഹന സൗകര്യമില്ല. ഏതെങ്കിലും ഭക്തി ളുഹറിനോ അസറിനോ ഇഷാഇനോ സുബഹിക്കോ ഏതെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ, പിന്നെ അടുത്തുള്ള സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ വിളിച്ചാൽ നമുക്കൊരു ക്ലാസ്സിലൂടെ വെച്ചാലോ, ആയിക്കോട്ടെ, എന്നാൽ നീയും ബാ ഇവനും ബാ, എല്ലാവരും കൂടി സുബഹിക്ക് ശേഷം ഒരു 10 മിനിറ്റ് ഇരുന്നു, ഒരായത്ത് പഠിച്ചു. ഇത് റാഹത്തിൻ്റെ വഴി. ഇപ്പോഴത്തെ ദുനിയാവ് അല്ലാഹു തരുന്നു, നമ്മൾ ആഖിറം ഉണ്ടാക്കുന്നു. ഇങ്ങനെ പോയി ആ പോക്കിൽ ഷെയ്ഖ് ബിലാൽ വഫാത്തായി കണ്ടില്ലേ? എന്തൊരു നല്ല മരണം, അള്ളാഹു സ്വർഗ്ഗം നസീബാക്കി കൊടുക്കട്ടെ. എന്തൊരു നല്ല മരണം, സുജൂദിലല്ലേ പോയത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ എങ്ങനെയാണോ മരിക്കുന്നത് ആ കോലത്തിലായിരിക്കും അള്ളാഹിൻ്റെ കോടതിയിലേക്ക് വരിക. ഇതെപ്പോൾ പറഞ്ഞതെന്നറിയോ? ഹജ്ജിന് വന്നപ്പോൾ ഒരു സഹാബി ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ വീണിട്ട് മരിച്ചുപോയി. റസൂലുള്ളാഹി കഫൻ പൊതിയാൻ പറഞ്ഞു. കഫറ്റും തല മറക്കണ്ടെന്ന് പറഞ്ഞു. കാരണം അത് എഹ്റാമിലല്ലേ, എഹ്റാമിലാണെങ്കിൽ തല മറക്കൽ ഹറാമല്ലേ. എന്നിട്ട് പറഞ്ഞു, അവൻ നാളെ ആഖിറത്തിൽ യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, തൽബിയത്തും പറഞ്ഞുകൊണ്ടായിരിക്കും വരിക. എന്താ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക, ഇതും പറഞ്ഞുകൊണ്ടായിരിക്കും ആൾ ആഖിറത്തിലുണ്ടാവുക. എന്നെക്കാളും നിൻ്റെ ഭാഗ്യം എന്താണ്? ഇങ്ങനെ പ്രിയപ്പെട്ടവരെ തെറ്റിപ്പോവരുത്. നമ്മളിങ്ങനെ പറ്റി പോകണം. നേരത്തെ ഷെയ്ഖ് പറഞ്ഞ പോലെ ഏതെങ്കിലും പ്രസ്ഥാനത്തിലേക്കല്ല ഞാനീ വിളിക്കുന്നത്, അള്ളാൻ്റെ ദീനിലേക്കാണ്, ഖുർആനിലേക്കാണ്. അതിൻ്റെ ആൾക്കാരാവണം നമ്മൾ. ഇങ്ങനെ പറ്റി പോകണം. വിട്ടുപോയാൽ എന്താവും? ശൈത്താൻ പിടിക്കും. പ്രത്യേകിച്ച് ബഹ്റൈനിൽ പിടിക്കാൻ ഇഷ്ടമുള്ള ശൈത്താന്മാരുണ്ട് താനും. അതുകൊണ്ട് ഇങ്ങനെ പറ്റി ക്ലാസ്സുകളിൽ നടന്നാൽ വരണം, ഫാമിലിനെയും കൂട്ടണം. മക്കൾ കളിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഓടി ചാടി കസരമ കയറി അത് പിടിച്ച് വലിച്ച്, മക്കളുടെ സ്വഭാവമല്ലേ. നമ്മളെല്ലാം കളിച്ച കളി ഇതെല്ലാം വില കളിയാണ്. നമ്മൾ ചെറുപ്പത്തിൽ കളിച്ച കളി അവരൊക്കെ വിട്ടാണ്. പക്ഷെ അവരെ കളിക്കുന്നുണ്ടെങ്കിലും ഇപ്പുറത്തൂടെ നോക്കുന്നുണ്ടാവും. ഉപ്പ എന്താ ഇരിക്കുന്നു, ഉമ്മ എന്താ ചെയ്യുന്നു, ഇവരെന്താ ഈ പറയുന്നത്. അങ്ങനെ വരണം. നല്ലൊരു റാഹത്തായിട്ട് മുന്നോട്ട് പോയാൽ ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. അള്ളാഹു നസീബാക്കി തരട്ടെ. അള്ളാഹു അവൻ്റെ അഹ്ലുകാരെ അവൻ്റെ ഖാസ്സുകളിൽപ്പെടുത്തി എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. വന്നുപോയ പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി തരട്ടെ. ചെറുതും വലുതും ഒറ്റക്കും കൂട്ടമായും
വന്നുപോയ മുഴുവൻ തെറ്റുകളും അബദ്ധങ്ങളും ബുദ്ധികേട് കൊണ്ട് വന്നത്, അറിവില്ലായ്മ കൊണ്ട് വന്നത് അള്ളാഹു തീർത്തും മാപ്പാക്കി തരട്ടെ. ഇനിയുള്ള ജീവിതം അവൻ്റെ പൊരുത്തത്തിലും അവൻ്റെ തൃപ്തിയിലും അവൻ്റെ വഴിയിലുമായി കഴിച്ചുകൂട്ടാൻ വലിയ തൗഫീഖ് അല്ലാഹു നസീബാക്കട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.